സന്തോഷത്തോടു കൂടി ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപക്കത്തോ നമ്മുടെ നാട്ടിലോ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നാമുമായി ഇടപെട്ട് നിലനിൽക്കുന്ന പല വീടുകളും പല പ്രിയപ്പെട്ടവരും മരണപ്പെട്ടു പോയി നിൽക്കുന്ന അവസ്ഥകളും ഇതേ സമയങ്ങളിൽ നമ്മുടെ നാടുകളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ മരണം എപ്പോഴാണ് നമ്മളിലേക്ക് കയറി വരിക എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. നമുക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എന്തെല്ലാം ആകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അറിയാനും സാധിക്കുന്ന നമുക്ക് ഹൃദയത്തിൻ്റെ മിടിപ്പ് എപ്പോഴാണ് നിൽക്കുകയെന്നറിയില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് അവസാനിച്ച് പോകുകയുമല്ല ഉണ്ടാകുന്നത്, മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ആ ജീവിതമെന്ന് പറയുന്നത് ശാശ്വതമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അത് ഭാസുരമാകണമെങ്കിൽ, സുന്ദരമാകണമെങ്കിൽ ഇവിടെ ജീവിക്കുന്ന കാലമത്രയും വളരെ കരുതലോടുകൂടിയും അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. എന്തോ എന്നറിയില്ല, കാലം പുരോഗമിക്കുന്നു. നമുക്ക് മുമ്പനുഭവിച്ച കഷ്ടതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറി സമൃദ്ധി ഒന്നിനു പിറകെ ഒന്നായി നമുക്കൊക്കെ ലഭിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് മനുഷ്യ സമൂഹത്തിന് റീലിലും സ്റ്റാറ്റസിലും സ്റ്റോറിയിലും കാണുന്ന സന്തോഷങ്ങൾ മുഖത്തും ഹൃദയത്തിലും അനുഭവിക്കാൻ സാധിക്കാത്ത കുറേ മനുഷ്യരിന്ന് ജീവിക്കുന്നു എന്നത് അല്പസമയം ഓരോരുത്തരോട് സംസാരിക്കാൻ സമയം നീക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് മനുഷ്യൻ എന്നുള്ളവർക്ക് ജീവിതത്തിൽ തെറ്റുകൾ വരും. നന്മ ചെയ്യുന്നത് പോലെ തന്നെ തെറ്റുകളും മനുഷ്യന് സംഭവിക്കും. അറിഞ്ഞു വരുന്ന തെറ്റുകളുണ്ട്, അറിയാതെ സംഭവിക്കുന്ന തെറ്റുകളുണ്ട്. അപ്പോൾ ഈ നന്മയും തിന്മയും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നാളെ പ്രതിസന്ധി എനിക്കുണ്ടാകരുത് എന്ന കൃത്യമായ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം അത്ര സുന്ദരമാവും. അപ്പം അതിന് നമുക്കൊരു പ്രിയപ്പെട്ടവനുണ്ടാകുക, നമ്മളെ കേൾക്കാൻ. സാധാരണഗതിയിൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഭർത്താവിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പരാതി എന്ന് ചോദിക്കുന്ന സമയത്ത് 90% സ്ത്രീകളും പറയുന്നൊരു പരാതി, മൂപ്പർക്ക് സംസാരിക്കാൻ സമയം ഇല്ല എന്നല്ലേ. സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം സംസാരിക്കാൻ സമയമല്ല, കേൾക്കാൻ സമയമല്ല എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാൺ അത്രയൊക്കെ സംസാരിക്കുമോ? പടച്ചവൻ സൃഷ്ടിച്ച പ്രകൃതം അങ്ങനെയാണ്. എന്നാലൊരു പെണ്ണെന്ന് പറഞ്ഞാൽ കുറേ സംസാരിക്കും. അതും പടച്ചവൻ സൃഷ്ടിച്ച പ്രകൃതമാണ്. ഈ പ്രകൃതം തിരിച്ചറിയുക എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ നമ്മുടെ ദുഃഖവും പ്രയാസവും സങ്കടങ്ങളുമെല്ലാം പറയാനും കേൾക്കാനും അറിയാനും അത് പരിഹരിക്കുവാനും ഒരാളുണ്ട് എങ്കിൽ ആ ആളെ സമീപിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുമില്ല. നമ്മളെല്ലാവരും മഗ്‌രിബ് നമസ്കരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ മഗ്‌രിബ് നമസ്കരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി നടക്കുന്ന സംഭാഷണമാണെന്ന് പറയാറുണ്ട്. സംഭാഷണങ്ങളെന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ മറുഭാഗവും സംസാരിക്കാൻ സമയം കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പറയുന്നത് എന്ത് എന്നുള്ളത്, ഞാനിവിടെ നിന്ന് പറയുന്നത് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ റബ്ബിനോട് നമുക്ക് നമ്മുടെ ദുഃഖം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം പങ്കുവെക്കാൻ സാധിക്കുന്ന വല്ലാത്തൊരു ആനന്ദദായകമായ ഉത്സവമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. ഞാൻ മഗ്‌രിബ് നമസ്കരിച്ച സമയത്ത് അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ എനിക്ക് സംഭവിച്ച എൻ്റെ സ്ഖലിതങ്ങൾ,
ചിന്തിക്കാൻ പാടില്ലാത്തത് ഞാൻ ഉപ്പയെക്കുറിച്ച് ചിന്തിച്ചു, ഇണയെക്കുറിച്ച് ചിന്തിച്ചു, മക്കളെക്കുറിച്ച് ചിന്തിച്ചു, അപരനെക്കുറിച്ച് ചിന്തിച്ചു. അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകാൻ സാധ്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ വന്നുപോയി. എൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. എൻ്റെ മരുമകളോട്, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട്, അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ മറ്റു ബന്ധങ്ങളോടൊക്കെ മാനുഷികമായി പാലിക്കുന്നതിന് പകരമായി ചിലതൊക്കെ ഞാൻ പാലിച്ചു. പ്രത്യക്ഷത്തിൽ അതെൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ട്, വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. ഇതെൻ്റെ റബ്ബിനോട് ഞാൻ ഏറ്റുപറഞ്ഞാൽ കിട്ടുന്ന ഒരു സ്വസ്ഥത എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. യാന്ത്രികമായി നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കത് ലഭ്യമാകുകയില്ല. ബോധപൂർവമുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ റബ്ബിനോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്പം അസ്വസ്ഥതയായി കറ പുരണ്ടത് മാറുകയാണ്. ആ കറ പുരണ്ടത് മാറിയിട്ട് സ്വസ്ഥത ലഭിക്കുകയാണ്. അതെ, ആ നന്മയിലേക്കുള്ള മടക്കമാണ്. ആ നന്മയിലേക്കുള്ള മടക്കമാണ്. അതിന് നമ്മൾ തൗബ എന്ന് പറയും. തൗബ എന്ന് പറയും. താബ, തൗബ എന്നൊക്കെ പറഞ്ഞാൽ മടങ്ങുക എന്നതാണ്. എന്തിലേക്കാണ് മടങ്ങേണ്ടത്? അസ്വസ്ഥമായി നിൽക്കുന്ന ഹൃദയത്തെ സ്വസ്ഥമാക്കുക. എങ്ങനെ സ്വസ്ഥമാക്കുക? റബ്ബിനോട് വന്നുപോയ തെറ്റുകൾ, പാപങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമെന്ന് നമുക്ക് പേടിക്കുന്നത്, അതല്ലെങ്കിൽ നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത് ഇടത് ഭാഗത്ത് അധികരിച്ച തിന്മയുടെ കൂമ്പാരങ്ങളിൽ അകപ്പെടുന്നത്, ആ കാറ്റഗറൈസ് ചെയ്യുന്നത്, അത് എന്നിൽ നിന്നും മാറിയിട്ട് അതിനെ മാറ്റാൻ സാധിക്കണം. താപ, മടക്കാൻ സാധിക്കണം. ആ സ്വസ്ഥതയിലേക്ക് മടങ്ങാൻ സാധിക്കണം. കഴിഞ്ഞില്ല. ആ മടക്കം അതിൽ മാത്രമല്ല. ചെറിയൊരു കുട്ടി നമ്മളെ നോക്കി ചിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്കൊരിക്കൽ പോലും അതിൽ കാപ്പട്ടി ഉണ്ടാവില്ല. എന്നാൽ പ്രായപൂർത്തിയെത്തി എന്തെങ്കിലുമൊക്കെ എത്തുന്ന സമയത്ത് നമ്മളൊരാളോട് സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്താൽ നമ്മുടെ നിയ്യത്തനുസരിച്ച് കാപ്പട്യങ്ങൾ നിറഞ്ഞു നിൽക്കും. അതിൽ ആ കാപ്പട്യങ്ങൾ നിറഞ്ഞു നിൽക്കും. ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ലുകൾ കൊണ്ട് ചിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഉള്ളിൽ അസ്വസ്ഥത, വെറുപ്പ്, ഇവളെന്താ ഇങ്ങനെ, ഇവനെന്താ ഇങ്ങനെ, ഉൾക്കൊള്ളായ്മ. പക്ഷേ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കാനും ചിരിക്കാനും സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അസ്വസ്ഥതയില്ലാതെ ഉള്ളു സ്വസ്ഥമാക്കാൻ സാധിക്കണമെങ്കിൽ ആ ശുദ്ധ പ്രകൃതിയിലേക്ക്, ആ കുട്ടിയുടെ പ്രകൃതിയിലേക്ക്, കുട്ടിയായിരുന്ന സമയത്തുള്ള നമ്മുടെ പ്രകൃതിയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. ഈ മടക്കം എപ്പോഴൊക്കെ ഉണ്ടാകണം? ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ഈ മടക്കം ഉണ്ടാകണം. തെറ്റുകൾ എപ്പോഴൊക്കെയാണ് വരിക? ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു സൈക്കിളുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് നന്നായി ഭദ്രമായി പൊതിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് എൻ്റെ കാർ പോർച്ചിൽ നന്നായി പൊതിഞ്ഞ് ഞാൻ വെച്ചാൽ, പുറത്താണ്, പൊടി പടലുള്ളിൽ ഇല്ലല്ലോ, ഇല്ല. ഒരു പൊടിയും ഇല്ലാതെ എല്ലാ ജനലും വാതിലും എല്ലാം അടച്ചിട്ട് എൻ്റെ റൂമിലേക്ക് ഞാൻ കയറിയിരുന്ന് പുറത്തുനിന്ന് കാറ്റ് പോലും വരില്ല. ശീതീകരിച്ച റൂമിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ കയറിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? അസ്വസ്ഥതകൾ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ അസ്വസ്ഥതകൾ, ഹൃദയത്തിൽ അസ്വസ്ഥതകൾ ഇങ്ങനെ കയറുന്നത് അപ്പോൾ നമ്മൾ റിലീസാക്കാൻ, അത് ഇറക്കി വെക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. ഒരു അറ്റാക്കിന് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഒരറ്റാക്കിനെയോ ബ്ലോക്കിനെയോ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം അറ്റാക്ക് സംഭവിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിതം തുടങ്ങി എന്നതാണ്. മറ്റൊരു ജീവിതം തുടങ്ങി എന്നതാണ്. എന്നാൽ ഹൃദയം കടുത്തുപോയി അള്ളാഹുവിനോട് ഏറ്റു പറയാതിരിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയ അപകടമാണത്. പരിശുദ്ധ ഖുർആനിൽ 6-7 സ്ഥലത്ത് കൽബുൻ കാസിയ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. കൽബെന്ന് പറഞ്ഞാൽ ഹൃദയം, കാസിയ എന്ന് പറഞ്ഞാൽ കടുത്ത ഹൃദയം എന്നാണ്. ഈ കടുത്ത ഹൃദയത്തെ വിശദീകരിച്ചെടുത്ത് 2-ാം അധ്യായം സൂറത്ത് ബക്കറയിൽ ശ്രദ്ധേയമായൊരു പ്രയോഗം കാണാൻ സാധിക്കും. കടുത്ത പാറ. ആ കടുത്ത പാറ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള നന്മകൾ ആ പാറയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 1400-ലധികം വർഷം മുമ്പാണ്.
അന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ്. ഇന്ന് ആ കടുത്ത പാറകളാണ് നമ്മുടെ വീടകങ്ങൾ, നമ്മുടെ ഓരോ ഓരങ്ങളെയും മനോഹരമാക്കുന്നത്. അത്ര സ്ഥാനം അതിനുണ്ട്. കടുത്ത പാറ അള്ളാഹുവിന് ഭയന്നുകൊണ്ട് സ്ഥാനഭ്രമം സംഭവിക്കും. നിന്ന സ്ഥലത്ത് നിന്ന് മാറും. ഇനി ആ കടുത്ത പാറയിൽ നിന്നാണ് നീരുറവകൾ ഉണ്ടാകുന്നത്. വലിയ വലിയ നദികളുടെ ഉത്ഭവ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഇത്തരം കടുത്ത പാറകളാണ്. എന്നാൽ ഈ 3 നന്മകൾ ഈ കടുത്ത പാറകളിൽ നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുക്കാവുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം കടുത്തു പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടുത്ത പാറയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മ പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നതാണ് മർഹൂം ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും ജീവിച്ചിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് മദനിയും തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷയുടെ ഫൂട്ട് നോട്ടായിട്ട് സൂറത്തുൽ ബഖറയിൽ എഴുതിയിട്ടുള്ളത്. നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. കടുത്ത പാറയിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ പോലും നമ്മുടെ ഹൃദയം കടുത്തു പോയാൽ ഉണ്ടാവില്ല എന്ന്. ഇണയെ തിരിച്ചറിയാതെ ഇണക്കത്തോടുകൂടി ജീവിച്ചവർ എത്ര ആളുകളാണെന്നറിയോ ഓരോ കോടതികൾക്ക് മുമ്പിലും കയറിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന്. എൻ്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ എത്ര മനുഷ്യരാണെന്നറിയോ ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്നത്. മാറിയില്ല പ്രിയപ്പെട്ടവരെ. സെക്കൻഡുകൾ മാത്രം വ്യത്യാസത്തിൽ ജ്യേഷ്ഠനാണോ അനുജനാണോ എന്ന് പറഞ്ഞ് ഉമ്മ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ തന്നെ അത് വലിച്ചടക്കി ഒരേ പുക്കിൽ കൊടിയോടെ വഴിച്ചിറക്കി നമ്മൾ ഇരട്ടകളെന്ന് പറയും. അവരെത്ര സമയം കൊണ്ട് ആ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വന്നിട്ട് ഹൃദയം ഇങ്ങനെ കടുത്തിട്ട് അസ്വസ്ഥമായി ജീവിക്കുന്നത്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ മാനുഷികമായി അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ്. കാണാൻ സുന്ദരമായിരിക്കാം, വാക്കുകൾ അതിസുന്ദരമായിരിക്കാം, പക്ഷേ അവളെ അനുഭവിക്കുന്നവർക്ക് അത്ര പ്രതിസന്ധികൾ ഉണ്ടാകുന്നതാണ്. ഇത് പരിഹരിക്കാനാ പടച്ച തമ്പുരാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരുന്നും ഗുളികയും കഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു BP ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാനാണ് എങ്കിൽ, നിങ്ങൾക്ക് പനിയുണ്ട് എങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാനാണ് എങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരു അസുഖമുണ്ട് എങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കൃത്യമായ ഫങ്ഷനിങ്ങാണ് നിങ്ങളൊരു മരുന്ന് കഴിക്കുന്നത്, ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടാബ്ലറ്റ് കഴിക്കുന്നത് എന്നതുപോലെ തന്നെ ഹൃദയത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം മലിനമായ അവസ്ഥ ഉണ്ടല്ലോ, ആ കാഠിന്യം എന്ന് പറയുന്നത്, ഇതിനെ നിങ്ങൾ ഒരു ദിവസം നിർബന്ധമായും നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കണമെന്ന് പറയുന്നു. അതിനുള്ള വലിയ ഒരു ടൂളായിട്ട് പടച്ചവൻ നമസ്കാരത്തെ പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെറ്റുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത തെറ്റുകൾ ഏത് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ടാവുമോ? ഇല്ലല്ലോ, ഇല്ല. എന്നാൽ ഇതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് പറയുന്ന സമയത്ത് എന്താണത്? കേവലം നിസ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാലോ? ഇന്ന് നാട്ടിലൊക്കെ നിലനിൽക്കുന്നൊരു പ്രശ്നമുണ്ട്. അരുതായ്മകൾ പറഞ്ഞ് അവസാനം അതിൻ്റെ മേലെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. മറ്റൊരുത്തനെ പരിഹസിച്ച് അവസാനം തമാശകളിൽ പറയുന്ന മന്ത്രമായി അത് മാറിയിട്ടുണ്ട്. അല്ല, ഇത് ഉള്ളിൽ നിന്ന് വരണം, ഉള്ളിനെ വൃത്തിയാക്കാനായിട്ട്. പുറത്തെയല്ല, കാണിക്കാനല്ല, കേൾക്കാനല്ല, സ്വയം അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഇസ്തിഗ്ഫാർ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അയാൾ വന്ന സമയത്ത് ഞാൻ കണ്ടത് അങ്ങനല്ലായിരുന്നു, ഞാൻ അദ്ദേഹത്തെ കാണേണ്ടിയിരുന്നത്, അദ്ദേഹത്തിന് മുഖം ഞാൻ അങ്ങനല്ലായിരുന്നു കൊടുക്കേണ്ടത്, അദ്ദേഹവും ഞാനുള്ള ബന്ധം അങ്ങനല്ലായിരുന്നു ആകേണ്ടത് എന്ന് നമ്മെ വിലയിരുത്തിയിട്ട് അപ്പപ്പോൾ നമുക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ സാധിക്കണം. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വരുന്നതിന് മുഴുവൻ പരിഹരിക്കാൻ സാധിക്കും. ഒരു പെൻസിൽ എഴുതുന്ന സമയത്ത് എന്തൊക്കെ അതിൽ എഴുതുന്നുണ്ടോ ആ എഴുതുന്ന സമയത്ത് തിരിച്ചു പിടിച്ചാൽ അതെല്ലാം എറേസ് ചെയ്യാൻ, മായ്ക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്ഖലിതങ്ങൾ സംഭവിക്കുന്നുണ്ടോ ഇതിനെ മുഴുവൻ മായ്ച്ചു കളയാൻ ഇസ്തിഗ്ഫാറിനെ നാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു പടച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പടച്ചവനെ പരിചയപ്പെടുത്തുന്നത് ഭീകരതയുടെ പ്രതീകമായിട്ടാണ് ബോധപൂർവം സമൂഹം പടച്ചവനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ കാരുണ്യത്തിൻ്റെ ദായകനാണ് റബ്ബ് എന്നുള്ളത് അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലും കുറേ വ്യത്യാസങ്ങൾ വേണം. പടച്ചവനില്ല, റബ്ബില്ല, അങ്ങനെ ശക്തി ഇല്ല എന്ന് വാദിക്കുന്ന വളരെ
എണ്ണാൻ പോലും ഇല്ലാത്ത അത്രമാത്രം കുറഞ്ഞ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ സജീവമായി സോഷ്യൽ മീഡിയകളിൽ കാണാൻ സാധിക്കും. എന്നാൽ പടച്ചവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരില്ലേ, പടച്ചവൻ ഇല്ലെന്ന് പറയുന്ന മനുഷ്യന്മാർക്ക് പ്രശ്നമൊന്നുമില്ല, ഓനക്ക് എങ്ങനെയും ജീവിക്കുക. ഇപ്പം നമ്മളൊക്കെ ജീവിക്കണ പോലെ എങ്ങനെയും ജീവിക്കുക. എന്നാൽ പടച്ചവനുണ്ട്, മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മളില്ലേ. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, ആ പടച്ചവനെ കണ്ടുമുട്ടണം എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പടച്ചവൻ ഇല്ലെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യനെ പോലെ തന്നെ നമ്മളും ജീവിക്കുകയാണെങ്കിൽ പ്രശ്നമാണല്ലോ. ഓനെപ്പോലെ നമ്മൾ ദേഷ്യം പിടിക്കുന്നത്, ഓനെപ്പോലെ തന്നെ നമ്മൾ പ്രതികരിക്കുന്നത്, അവരെപ്പോലെ തന്നെ നമ്മളൊരു നന്മയും ചെയ്യുന്നില്ല, അവരെ പോലെ തന്നെ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലോ, അവിടെയാണ് നാം റബ്ബുണ്ട്, ആ റബ്ബിനെ കാണണം, ആ റബ്ബിൻ്റെ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ഞാൻ പ്രതിയായി നിൽക്കാൻ പാടില്ല, ഞാൻ അവിടെ നിരപരാധിയായി നിൽക്കണം, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം, എനിക്കെൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെ പ്രതിസന്ധികൾ വരുന്ന സമയത്തും ആ പ്രതിസന്ധിയൊക്കെ തന്നെ ഞാൻ ചെയ്ത കർമ്മങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പരിഹാരത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട, നിലനിർത്തേണ്ട വല്ലാത്ത സ്വപ്നം. ആ സ്വപ്നമല്ലേ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ ആ വിലക്കുകളൊക്കെ ഉണ്ടാവും. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി പാലിക്കാൻ സാധിക്കും. അങ്ങനെ പാലിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ ജീവിതം എന്ന് പറയുന്നത് മാധുര്യമായിരിക്കും. ഇത് ദുന്യാവാ. ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും, ഇവിടെ പ്രയാസങ്ങളുണ്ടാവും. തണുപ്പിന് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ, ചൂടിന് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ, അതോടൊപ്പം തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ജീവിതത്തിലും ഇതൊക്കെ തന്നെ വരും. ഇതൊക്കെ വരുന്ന സമയത്തും നാം ഉണർന്നിരിക്കുമ്പോൾ, ബോധത്തോടുകൂടി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. അതൊരു വാക്കല്ല, അതൊരു പ്രവർത്തനമാണ്. അതൊരു വാക്കല്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് വെറും ഒരു മന്ത്രമല്ല, അതൊരു പ്രവർത്തനമാണ്. ഏതുപോലെയെന്നറിയോ? ഞാൻ ശ്വസിക്കുന്നു, നാം ശ്വസിക്കുന്നത് ഓക്സിജനെ മാത്രമാണോ? ആണോ? അല്ല. വ്യത്യസ്ത വാതകങ്ങൾ ശ്വസിക്കുന്നുണ്ട്. ഈ ശ്വസിക്കുന്ന കൂട്ടത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജനെ മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രക്തം ഒരേ സമയത്ത് ഹൃദയത്തിലൂടെ നാം ഉറങ്ങുന്ന സമയത്തും നിൽക്കാതെ തല കുത്തി നിന്നാലും ചെരിഞ്ഞു കിടന്നാലും മറിഞ്ഞു കിടന്നാലും കൃത്യമായ പമ്പിങ്ങിലൂടെ നമ്മുടെ തലച്ചോറ് മുതൽ കാൽപാദം വരെ ബ്ലഡിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ വഴി 2 കിഡ്നിയും മാറി അതിനെ അരിക്കുന്നുണ്ട്. ശുദ്ധീകരണ പ്രക്രിയ ശരീരം നിലനിൽക്കാൻ പറ്റുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്. ഈ ശുദ്ധീകരണ പ്രക്രിയ ഇല്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. കണ്ണിലേക്കൊരു കരട് വന്നു കഴിഞ്ഞാൽ ആ കരടിനെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ണ് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ശരീരത്തിലേക്കൊരു ഫോറിൻ കണ്ടൻറ്റ്, ഒരു മുള്ള് തറച്ചു കഴിഞ്ഞാൽ അത് പഴുത്ത് നാം അറിയാത്ത രീതിയിൽ, അറിയാതെ സംഭവിച്ചതാണെങ്കിൽ പോലും ആ ശരീരം ആ ഫോറിൻ കണ്ടൻറ്റിനെ പുറന്തള്ളാനുള്ള വല്ലാത്ത ശരീരത്തിൻ്റെ ജൈവിക പ്രക്രിയ നടക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, നാം എന്തെങ്കിലും കഴിച്ചാൽ അതിൽ ശരീരത്തിൽ എന്തു വേണം, ഏതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റാനും പരിഹരിക്കുവാനും ശരീരം ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ പ്രധാന വർക്കെന്ന് പറയുന്നത് മലിനങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുക എന്നതാണ്. നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ എന്നല്ല, 4-5 കുടുംബത്തിൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ട സമ്പത്ത് മുഴുവൻ ഒരാളുടെ കിഡ്നി സംരക്ഷിക്കാനായിട്ട് നീക്കി വെക്കേണ്ടി വരുന്നുണ്ട്. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അത്തരം അസുഖങ്ങളിൽ അകപ്പെടാതെ അല്ലാഹു നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പറയുന്ന സമയത്ത് നമുക്ക് പേടിയാണത്. ആഴ്ചയിൽ 4-5 തവണ ഡയാലിസിസ് ചെയ്യുന്ന എത്ര മനുഷ്യന്മാർ നമുക്കിടയിലുണ്ടെന്നറിയുമോ? 3 തവണയും 4 തവണയൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒരു മടിയും കൂടാതെ ഡയാലിസിസ് ചെയ്യുന്ന എത്ര മനുഷ്യന്മാർ നമുക്കിടയിലുണ്ടെന്നറിയുമോ? അവർക്ക് ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തടസ്സം വരുമ്പോഴാണ് നൽകുന്നത്. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ ജീവനോടുകൂടി ജീവിക്കാനുള്ളതാണ് എങ്കിൽ, കരുത്തോടുകൂടി നടക്കാനുള്ളതാണ് എങ്കിൽ, സ്വസ്ഥമായി ശ്വസിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് എങ്കിൽ, മനുഷ്യത്വത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ
തവ്വാബ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തൗബ ചെയ്യുന്ന പ്രക്രിയയും ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ആത്മീയ തലത്തിൽ കർമ്മങ്ങളെ, ചിന്തകളെ ശുദ്ധീകരിക്കാൻ സാധിക്കണം. ഇത് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജൈവിക പ്രക്രിയയിൽ കിഡ്നിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ നിമിത്തം എന്ത് ചെയ്യാം, നമ്മുടെ കിഡ്നി നശിച്ചേക്കാം, കാഴ്ച നഷ്ടപ്പെട്ടേക്കാം, ഷുഗർ സംഭവിച്ചേക്കാം, ഇൻസുലിൻ നമ്മളിൽ വ്യത്യാസം വന്നേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഇതുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ശ്വസിക്കാനോ ജീവിക്കാനോ പറ്റൂല. ഈ സംവിധാനം നമുക്ക് മരുന്ന് കൊണ്ട് പരിഹരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഒരു കാലെടുത്ത് വെക്കാൻ കഴിയില്ല, കാല് നീർ കെട്ടിയിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് നമുക്ക് കുടിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കിടക്കുന്ന റൂമിൽ ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് ആ റൂമിലാണ് എന്നോട് കിടക്കാൻ പറഞ്ഞത്. എന്നെ നെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അത്രമാത്രം ആ മനുഷ്യന് വേണ്ടിയിട്ട് കൈയുയർത്തുന്ന സമയത്ത് പ്രാർത്ഥനയായിട്ടത് വന്നു. എന്തെന്നറിയോ, അദ്ദേഹം കഴിക്കുന്ന മരുന്നിൻ്റെ വേസ്റ്റുകളിട്ട ഓരോ ദിവസവും കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു ദിവസം ഇത്ര വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. ഈ വെള്ളത്തിനധികം പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല, നിയന്ത്രണമാണ്. ഉപ്പ് ഉപയോഗിക്കാൻ പറ്റൂല, നിയന്ത്രണമാണ്. പുളി ഉപയോഗിക്കാൻ പറ്റൂല, നിയന്ത്രണമാണ്. ഭക്ഷണമെന്ന് രുചിക്കൂട്ടായിട്ട് എന്തെല്ലാം സാധനം ഉണ്ടോ ഇതിനെല്ലാം നിയന്ത്രണമാണ്. ആ മനുഷ്യൻ പറയാണ്, ആദ്യം ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കുടിക്കുമ്പോഴേ അത് കുടിക്കണം എന്നിങ്ങനെ തോന്നിപ്പോവുകയാണെന്ന്. നിയന്ത്രണമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് അങ്ങനെ എന്തെങ്കിലും ശരീരത്തിൻ്റെ ആ പ്രക്രിയക്ക്, ജൈവിക പ്രക്രിയക്ക് പ്രതിസന്ധി വന്നാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് പ്രയാസമാണ്. എന്നാൽ മനസ്സുണ്ടല്ലോ, അത് കടുത്ത് പോയി കഴിഞ്ഞാൽ ഇണയെ തിരിച്ചറിയാതെ, അനിയനെ തിരിച്ചറിയാതെ, അന്യനെ തിരിച്ചറിയാതെ, സ്ത്രീത്വത്തെ തിരിച്ചറിയാതെ, അതല്ലെങ്കിൽ കുട്ടികളെ തിരിച്ചറിയാതെ മൃഗീയമായ രീതിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് ഖുർആൻ ഉപയോഗിച്ചത് കൽബുൻ ഖാസിയ എന്ന് പറയില്ലേ, ഹൃദയം കടുത്തു പോകുക എന്ന് പറയില്ലേ. ആ പ്രക്രിയ ഉണ്ടെങ്കിൽ എത്രയും നെളിഞ്ഞു നിൽക്കാൻ പറ്റും. അവർ നിൽക്കുന്ന നേതൃപരമായ പങ്കുകളൊക്കെ തന്നെ പിന്നെയും അവർക്ക് നയിക്കാൻ പറ്റും. പക്ഷേ ഒന്നുണ്ട്, മാനുഷിക തരത്തിലുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ എന്നുള്ളത് അവരിൽ നിന്ന് ലഭിക്കില്ല. മാനുഷികമെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ വന്നാൽ തന്നെ അതിന് കൃത്യമായ കണ്ണു പോലുള്ള അജണ്ടകൾ അവരുടെ ഉള്ളിലുണ്ടാവും. സ്വസ്ഥതകളെന്ന് പറയുന്നത് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. അസ്വസ്ഥമായവർ ഒന്നിനു പുറകെ ഒന്നായി ജീവിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയാണ് ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ കോട്ടം സംഭവിച്ചാലും മനസ്സിന്, ഹൃദയത്തിന് കോട്ടം സംഭവിക്കാത്ത വിധം വിശ്വാസി സമൂഹമായ നമ്മളോട് ഒരു ആരാധനാ കർമ്മം പോലെ തന്നെ ബോധപൂർവം റബ്ബ് ഗാഫിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു പാപം പൊറുക്കുന്നവനാണെന്ന്. ഗഫാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗഫാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പാപം പൊറുക്കുന്നവൻ എന്നല്ല. ഗാഫിർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവനാണ്. ഇപ്പം ഞാൻ നിങ്ങളിൽ ഒരാളോട്, ഇപ്പോൾ ഹഫീസുക്കയും ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാനത് വിട്ട് പുറത്തു കൊടുത്താൽ അതിന് ഗാഫിർ പറയാം. പക്ഷെ ഗഫാർ എന്ന് പറഞ്ഞാലോ, എന്തൊക്കെ സംഭവിച്ചാലും പൊറുക്കുക എന്നല്ലാതെ ഒരു ശീലം മറ്റൊരു ശീലമില്ല എന്നതാണ്. പടച്ച തമ്പുരാൻ്റെ സിഫത്തുകൾ പറയുന്നിടത്ത്, വിശേഷണങ്ങൾ പറയുന്നിടത്ത് പടച്ചവൻ ഗഫാറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിധി വിട്ട് അതിര് ലംഘിച്ച് നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് നിങ്ങൾക്കത് യഥേഷ്ടം പുറത്തു തരും. നിങ്ങൾ മടിക്കേണ്ടതില്ല. പക്ഷെ അതിനൊരു പ്രക്രിയയുണ്ട്. ആ റബ്ബിനോടൊന്ന് ഏറ്റു പറയാനുള്ള സമയം നീക്കി വെക്കണം. കിടന്നുറങ്ങുന്നു, മനസ്സിൽ അസ്വസ്ഥതയുമായി കിടന്നുറങ്ങുന്നു. നിങ്ങൾ ആലോചിച്ച്, സാധാരണഗതിയിൽ ഈ സൈക്കോളജിയിൽ പറയുന്നതുണ്ട്, നമ്മൾ മക്കളെയൊക്കെ അടിക്കുകയോ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ദേഷ്യം പിടിച്ച് കിടന്ന് അവർ ഉറങ്ങാൻ പാടില്ല എന്ന് പറയലുണ്ട്. അവരത് അക്കൗണ്ട് ചെയ്യും. എൻ്റെ ബാപ്പ എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ ഉമ്മ ഇങ്ങനോട് ചെയ്തു എന്ന്. ആ സമയത്ത് ഒരു ഫിസിക്കൽ റിലേഷൻ്റെ ഭാഗമായിട്ട്, മോളെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ഉമ്മച്ചിൻ്റെ കുട്ടിയെ ഉമ്മച്ചി അടിച്ചതിൽ ഉമ്മച്ചിക്കൊരു വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് തലോടുന്ന സമയത്ത് അറിയാതെ ആ കുട്ടി ഒരു നെടുവീർപ്പിടാറുണ്ട്. ഉള്ളിൽ വെച്ച ആ അക്കൗണ്ട്, ആ വിഷമം, വെറുപ്പ്, വിദ്വേഷം അതങ്ങ് റിലീസാകാറുണ്ട്. ആ ഒരു പറച്ചിലുണ്ടാകണം.
നമ്മളിതൊന്നും പറയാതെ മനസ്സ് വിങ്ങിയങ്ങ് കിടന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞും മറഞ്ഞും കിടക്കും, ഉറക്കണ്ടാവില്ല. എന്നാലുണ്ടല്ലോ, എല്ലാവരും ഉറങ്ങണ സമയത്ത് ഉറങ്ങാത്ത നാഥനോട്, നാഥ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അരുതായും എൻ്റെ അടുത്ത് വന്നുപോയി, നീ അത് പൊറുക്കണേ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു മനസ്സൊരു സ്വസ്ഥമാകലുണ്ട്, ഒരു സ്വസ്ഥമാകലുണ്ട്. ഇത് മനുഷ്യനുണ്ടാകുന്നൊരു പ്രക്രിയയാണ്. ആ സ്വസ്ഥത എന്ന് പറയുന്നത് നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. തിന്മകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരു കവചമായി നിൽക്കേണ്ട ഒന്നാണ് തൗബ എന്ന് പറയുന്നത്. കവചമായി നിൽക്കേണ്ടതാണ് നമുക്ക് തൗബ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ മഗ്ഫിറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയുണ്ടല്ലോ, പഴയൊക്കെ തുർക്കിയൻ സാമ്രാജ്യത്തെയും മറ്റൊക്കെ പറഞ്ഞ സമയത്ത് ഇരുമ്പിൻ്റെ ഒരു ഹെൽമെറ്റ് പോലൊരു സാധനം ഉണ്ടല്ലോ. ഈ സാധനത്തിന് സാധാരണഗതിയിൽ മഗ്ഫറ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന എല്ലാ തിന്മകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇസ്തിഗ്ഫാറിനെ മാറണം. എന്നിൽ പ്രവാചകൻ നൂറുകണക്കിന് തെറ്റുകൾ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടല്ല പടച്ചോൻ റസൂൽ ചെയ്യുന്നത്, എന്നിൽ വരാതിരിക്കാനുള്ളൊരു പ്രിവെൻഷനാണത്. പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഘടകമാണ്. പ്രിവെൻഷൻ എന്ന് പറയുന്നത്, എൻ്റെ മകൻ ഇന്ന ഓട്ടോറിക്ഷയിലാണ് സ്കൂളിൽ പോകുന്നത്, ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യൻ നന്നായിട്ട് പുകവലിക്കുന്നവനാണ് എങ്കിൽ കുട്ടികൾക്ക് ബസ്സിലെയും ഓട്ടോറിക്ഷയിലും വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ അവരവരുടെ ഹീറോയാണ്, വലിയ ഹീറോ ആണ്. ബസ്സിലെ മാമൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വയനാട്ടിലൊക്കെ കുട്ടികൾ പറയാറുണ്ട്, വലിയ ഹീറോ ആണത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ വലിയ ഹീറോ ആയിരിക്കും, വലിയ ഇഷ്ടമായിരിക്കും. ആ നമ്മുടെ നാട്ടിലെ നടന്മാരെയും നടികളെയൊക്കെ കാണുമ്പോൾ അവരെ ഹീറോയിസം അനുകരിക്കുന്നത് എങ്ങനെയറിയോ? അവരൊരു പക്ഷേ അഭിനയിക്കുകയാണ് എങ്കിൽ റിയൽ ലൈഫിൽ അതിനെ മുഴുവൻ അതേ രീതിയിൽ ഒപ്പിയെടുത്തിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഹീറോയിസം കാണിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളിലേക്കൊരു തെറ്റും തിന്മയും വരുന്ന സമയത്ത് അതിനെ തടുത്ത് നിർത്തണമെന്ന കൃത്യമായൊരു ബോധ്യത്തിൽ, അപ്പോൾ അവിടെയാണ് ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് വലിയ ഘടക. എൻ്റെ മകൻ ഈ ഓട്ടോറിക്ഷ തന്നെയാണ് പോകുന്നത് എങ്കിൽ പുകവലി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂ നോർമലായി വരും, നോർമലൈസ് ചെയ്യപ്പെടും, ആ തെറ്റിലേക്ക് അവൻ അകപ്പെടും. ഈ രീതിയിൽ അവൻ പോയിട്ടുണ്ട് എങ്കിൽ, സ്ഥിരമായിട്ട് ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് മറ്റൊരുത്തിനെ കൊല ചെയ്യുന്ന സമയത്താണ് സ്വസ്ഥതയും സന്തോഷവും പോയിന്റും ലഭിക്കുന്നത് എങ്കിൽ, അവൻ വെർച്വൽ ലൈഫിൽ സ്ക്രീനിൽ ഓരോരുത്തരെയും വെടിവെച്ചിട്ട് കൊന്നിടുമ്പോൾ അവൻ്റെ പോയിന്റ് അവന് അധികരിക്കുന്നു, അടുത്ത സ്റ്റേജിലേക്ക് അവന് പോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ റിയൽ ലൈഫിൽ ഒരാളെ കൊല്ലാൻ അവൻ്റെ ഹൃദയത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു കുറ്റബോധവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വെർച്വൽ ഗെയിമുകളെ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇതൊരു പ്രിവെൻഷനാണ്. ഈ സാധനം എൻ്റെ കുട്ടിയിൽ വന്നാൽ എൻ്റെ ഫോൺ ഉപയോഗിച്ച് ഭർത്താവ് അറിയാതെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഭർത്താവ് അറിയാതെ, കുടുംബത്തിലെ കുടുംബനാഥന്മാരറിയാതെ, ഉമ്മയും അറിയാതെ, വെല്ലിമ്മയുടെ വെല്ലിപ്പയുടെ, ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നത് അറിയോ? വെല്ലിമ്മയും വെല്ലിപ്പ എന്ന റോളിലേക്ക് എത്തുന്ന സമയത്ത് സ്വന്തം മക്കളോട് കാണിക്കാത്ത കരുണയും വിട്ടുവീഴ്ചയും സഹതാപമൊക്കെ നമ്മുടെ വെല്ലിപ്പാക്കും സ്നേഹത്തിൻ്റെ ഭാഗമായി വരാറുണ്ട്. അവരുടെ ഫോൺ എടുത്തൊരു കുട്ടി കളിച്ചാൽ ഉമ്മ അറിയണ്ട ഉപ്പ അറിയണ്ട എന്ന് പറയും. ഈ കുട്ടിയെ ഇവിടേക്ക് എത്തിക്കുന്ന, മനസ്സ് കടുക്കുന്ന പ്രക്രിയയിലേക്ക് എത്തിക്കുന്നതിൽ ഈ വെല്ലിപ്പ അറിയാതെ ഈ വെല്ലിപ്പയുടെ നെറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കുട്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിനെ പ്രിവെൻഷനോട് കൂടി കാണണം നമ്മൾ. എൻ്റെ മകൻ്റെ ഹൃദയം കടുത്തു പോകാതിരിക്കാൻ, എൻ്റെ പേരക്കുട്ടിയുടെ ഹൃദയം കടുത്തു പോകാതിരിക്കാൻ, എൻ്റെ വീട്ടുപേരുള്ള അതേ കുട്ടി, എൻ്റെ വീട്ടുപേര് പിലാത്തോട്ടത്തിൽ നിന്നാണ്, എൻ്റെ പേരക്കുട്ടി നാളെ നാട്ടിൽ ഏറ്റവും വലിയ തോന്നിവാസിയായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ, അവൻ്റെ വെല്ലിപ്പായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ. അത് വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ ഉണ്ടാകണം. ഈ പ്രിവെൻഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഗഫറ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നുണ്ടാകരുത്. പടച്ചോനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ കുടുംബം സ്വർഗ്ഗകവാടം എന്ന് പറയുന്ന സമയത്ത് നമ്മളെയൊക്കെ തന്നെ അളക്കാനായിട്ട് 10 ചോദ്യങ്ങളില്ലേ? സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുത്തോ അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ ദിവസത്തെ എല്ലാ നമസ്കാരവും സമയബന്ധിതമായി നിർവഹിച്ചോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ. ഈ ചോദ്യങ്ങൾ വെറും 10 ചോദ്യം നമ്മളുണ്ടാക്കിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
മനസ്സ് പറയുന്ന അസ്വസ്ഥതകളില്ലേ, ആ അസ്വസ്ഥതയായി ജീവിക്കരുത് എന്നാ മതം പഠിപ്പിക്കുന്നത്. അത് വരാതിരിക്കാൻ എപ്പോഴും തെറ്റ് വരാതിരിക്കാൻ ഒരു പ്രിവെൻഷനായിട്ട്, ഒരു മുൻകരുതലായിട്ട് ഇസ്തിഗ്ഫാറിനെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പടച്ചോന് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം പിശാചും സന്തോഷിക്കും. ഞാൻ എൻ്റെ ഭാര്യയോട് തെറ്റിപ്പിണങ്ങി വെറുപ്പോടു കൂടി ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ സന്തോഷം പിശാചിനായിരിക്കും. ഞാൻ അവളടുത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പൊറുത്തു, ഞാൻ ക്ഷമിച്ചു, ഞാൻ താഴ്ന്നു കൊടുക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ആ നിലപാടിൽ സൃഷ്ടാവായ നാഥന് ഇഷ്ടമുണ്ടാകും. ആ നാഥൻ്റെ അടുത്ത് എൻ്റെ സ്ഥാനം ഉയരും. അത് നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത് വലതുഭാഗത്ത് നന്മയായിട്ടാണ് കാണുക, നേരെ നോക്കുന്ന സമയത്ത് സ്വർഗമായിട്ടാണ് ദർശിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ആ സുന്ദര നിമിഷമല്ലേ, ആ സുന്ദര നിമിഷത്തെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് കേവല മന്ത്രമാകാതെ, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് എപ്പോഴുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബോധപൂർവമുള്ള ഒരു ഇടപെടലുകളായി മാറണം. ഉള്ളു ശുദ്ധീകരിക്കണം. അല്പം പുറത്ത് അല്പം മോശമായാലും, അങ്ങനെ പറഞ്ഞാൽ ഇന്ന് സാധാരണഗതിയിൽ നല്ല ഭംഗിയുള്ളവർ വരെ ഈ സിന്തറ്റിക് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നന്നായിട്ട് അവർക്ക് തോന്നും അവരെന്നെ ഭംഗിയില്ല എന്ന്. ഇപ്പം നമ്മളെ കാലത്ത് കുറേ പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. ഉണ്ട്. എന്നാൽ ഇനി നിങ്ങൾ ആലോചിച്ചോളൂ, അധികമൊന്നും കഴിയണ്ട, ഒരു 5-6 കൊല്ലം കഴിയുന്ന സമയത്ത് നല്ലൊരു മുഖമുള്ള പെൺകുട്ടിനെ കിട്ടണമെങ്കിൽ പെൺകുട്ടികളുണ്ടാവും. നല്ലൊരു ചുണ്ടും നല്ലൊരു മുഖമൊക്കെ ഉള്ളൊരു പെൺകുട്ടിനെ ചിരിക്കാൻ പോലും കാണണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. എഴുതി വെച്ചോളൂ, അത്രമാത്രം മാരകമായ വിഷങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മളെ വിയർപ്പ് കൊണ്ടും അധ്വാനം കൊണ്ടും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കളോട് പറയാം അത് പാടില്ല കേട്ടോ എന്ന്. എന്തുകൊണ്ട് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ രക്ഷിതാക്കൾ പരാജയപ്പെടുന്നു. അത് നമ്മളിങ്ങനെ പറയൂ, ആ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടില്ല, ആ മൗലവി പറഞ്ഞു കേട്ടിട്ടില്ല, ഈ ഒന്ന് കേൾക്കണം. കുട്ടികൾക്ക് അതൊന്നും കേൾക്കണ്ട, ഇതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് കുട്ടി ബോധ്യപ്പെടണം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതാണ് നിൻ്റെ പ്രശ്നം, നീ ഉപയോഗിക്കണോ, ഉപയോഗിക്കണ്ടേ, പടച്ചോ സ്വീകരിച്ച നിലപാട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ട്, ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇതിലേതാ നീ സ്വീകരിക്കേണ്ടത് എന്ന രീതിയിൽ നമ്മൾ സ്വീകരിച്ചാൽ ഒരു സംശയമില്ല, പഴയ കാലത്ത് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവർ ബോധ്യപ്പെട്ടാൽ തിരുത്തുന്നതിൽ അവർക്കൊരു മടിയുമില്ല. അതുകൊണ്ടാണ് ബോധ്യപ്പെടാത്ത പല വിഷയങ്ങളും ബാപ്പ പറഞ്ഞിട്ടത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബാപ്പാനെയും ഉമ്മാനെയും കൂടി അവരെന്ത് ചെയ്യുന്നത്, ബാപ്പയായാലും വേണ്ടില്ല ഉമ്മായാലും വേണ്ടില്ല, എനിക്കത് ബോധ്യപ്പെട്ടില്ല, ഞാൻ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ, പണ്ട് ബാപ്പ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു, ഉമ്മ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ആ സ്ട്രക്ചറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യും. കാരണം അതിനാണ് നമ്മൾ 2-3 സമയം സംസാരിക്കുന്നതിനേക്കാൾ അധികം അവിടുത്തെ സുഹൃത്ത് വലയങ്ങൾ അങ്ങനെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ക്യാമ്പസുകൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. ബോധപൂർവം സിലബസുകളിൽ വരെ ഈ രീതിയിലുള്ള കാടത്തങ്ങളാണ് പലപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് മാനുഷികം എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും സുന്ദരമായ ചിന്ത, ഇതിലെ നന്മയെന്ത് തിന്മയെന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്ത് നാം പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ പേര് രക്ഷിതാവ് എന്നല്ല. നാം അവിടെ വിജയിക്കാൻ സാധിക്കണം. അത് എന്തെങ്കിലുമൊക്കെ ഒരു ജയമല്ല. അതിനു പകരമായിട്ട് ഹൃദ്യമായി മക്കളുമായി തുറന്നു സംസാരിക്കാൻ സാധിക്കണം. ആ തുറന്നുള്ള സംസാരങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്തല്ല, എപ്പോഴും അവരുമായി മുറിയാതെ സംവദിക്കാനും തമാശകളും കളിയും ചിരിയിലുമൊക്കെ തന്നെ എപ്പോഴും രക്ഷിതാവ് ഉണ്ടാകണം. അപ്പോഴാ രക്ഷിതാവാകുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ ഒരു പ്രിവെൻഷനോടുകൂടി നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ മക്കൾക്ക് പറയണം. മോൾ ഉമ്മനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ശരിയാണ്, ആ പറഞ്ഞത് തെറ്റാന്ന് മോക്ക് ബോധ്യമാകുന്നുണ്ടോ? അതെ, മോക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് തിരുത്തണം. ഇനി തിരിച്ച് മോളെ നിന്നോട് അല്ലെങ്കിൽ മോനെ നിന്നോട് ഉപ്പ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നടാ, ആ ദേഷ്യത്തിൽ എനിക്ക് വന്നു പോയതാടാ, നീ മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. ആ കുട്ടിയും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുക ചെയ്യുക, അവിടെ താഴ്ന്നു കൊടുക്കുകയാണ്. ഈ താഴ്ന്നു കൊടുക്കൽ പ്രക്രിയകൾ വയസ്സ് റിലേറ്റഡ് അല്ല, അത് ഏജ് റിലേറ്റഡ് അല്ല. അത് അവിടെ കർമ്മത്തെയാണ് അവിടെ നമ്മൾ അളക്കേണ്ടത്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ മോന് +2 പഠിക്കണ മോനോട് ഞാൻ പറയാണ്, എടാ ഉപ്പാക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ 45 വയസ്സുകാരനായ ഞാൻ എൻ്റെ ചെറിയ മോനോട് പറയാടാ എനിക്ക് തെറ്റ് പറ്റി, ഞാൻ പോനോട് പറയണോ? എൻ്റെ ചിലവിലല്ലേ ഓൻ ജീവിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാനേ എനിക്ക് അവകാശമല്ല. കാരണം അവന് ചിലവ് കൊടുക്കൽ എൻ്റെ ബാധ്യതയായിട്ടാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. അവന് ചിലവ് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഔദാര്യമല്ല.
അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്യാണ്? തെറ്റിനെയാണ് അളക്കേണ്ടത്, ആ ചെയ്ത പ്രവർത്തനത്തെ അളക്കേണ്ടത്. മോനെ അറിയാതെ വന്നു പോയടാ, അറിയാതെ വന്നുപോയി, ഉപ്പാൻ്റെ കുട്ടി എന്ത് ചെയ്യണം? ക്ഷമിക്കണം കേട്ടോ. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ചിന്ത എന്താ? പാവൻ്റെ ഉപ്പട്ടോ, എൻ്റെ ഉപ്പ എന്നോട് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, കാരണം എൻ്റെ ഉപ്പല്ലേ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോഴവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനമാണ് കൺകുളിർമ എന്ന് പറയുന്നത്, നയനാനന്ദം എന്ന് പറയുന്നത്, അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഈ അത്ഭുത പ്രക്രിയകൾ കുടുംബത്തിനുള്ളിൽ ഉണ്ടാകണം. നമ്മളെല്ലാവരോടും പറയണം. ഈ പറയുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത്, ജയപരാജയങ്ങളെന്ന് പറയുന്നത് പ്രായം വെച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വീട്ടിലേ മരുമകളോട് അല്പം ദേഷ്യത്തോട് കൂടിയിട്ട്, അമ്മായിമ്മ എന്ന് ഇവിടെ പറയാറില്ലേ, അതന്നല്ലേ പറയാറുള്ളത്, അമ്മായിമ്മ മരുമകളോട് ദേഷ്യത്തോട് കൂടി പെരുമാറി, ഞാൻ അമ്മായിമ്മയല്ലേ, ആ ഒരു തോന്നൽ വന്നാൽ അവിടെ നഷ്ടമാകുന്നത് പരലോകാട്ടോ. ഞാനൊരു അമ്മായിമ്മയല്ലേ എന്ന് തോന്നൽ വന്നാൽ നഷ്ടമാകുന്നത് പരലോകാണ്. ശരിക്കും ആലോചിക്കേണ്ട ചിന്തയാണേ. അപ്പോൾ അവിടെ മരുമകളോട് അമ്മായിമ്മ അല്പം ദേഷ്യത്തോടു കൂടി പെരുമാറി. അത് സ്വന്തം മോളാണെങ്കിൽ ഉമ്മ അങ്ങനെ പെരുമാറൂല, കാരണം അത് ഉമ്മയാണല്ലോ, മറ്റേത് അമ്മായിമ്മയാണല്ലോ. അത് ഉമ്മയാണ്, മറ്റേത് അമ്മായിമ്മയാണ്. പെരുമാറി. ആ മരുമകളോട് രാവിലെ പറഞ്ഞു നോക്ക്, എടി ഞാൻ കുട്ടിയെ, എൻ്റെ പ്രായം എനിക്കറിയാലോ, എൻ്റെ ആരോഗ്യാവസ്ഥ അറിയാലോ, ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞു പോയില്ലേ, എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ പൊറുക്കിട്ടോ, അത് നാളേക്ക് നീക്കി വെക്കല്ലേ. ആ അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഉമ്മയും മകളുമായി ജീവിക്കും, ഉമ്മയും മകളുമായി ജീവിക്കും. തിരിച്ച് ഉമ്മയോട് അല്ലേ, നമ്മളേറ്റവും അധികം, ഇപ്പം ഞാനാകട്ടെ നിങ്ങളാകട്ടെ നമ്മൾ ഓരോരുത്തരും ആകട്ടെ, ജീവിതത്തിൽ ഏറ്റവും അധികം അടി കൂടിയിട്ട് ആരോടായിരിക്കും? സ്വന്തം ഉമ്മാനോടാവില്ലേ? അതെന്താ? ആ ഉമ്മ പൊറുക്കണത് പോലെ ദുന്യാവിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളും പൊറുക്കൂല. അതാ ഉമ്മ എന്ന് പറയണത്. ആ ഉമ്മയെപ്പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അമ്മായിമ്മനോട്, ഉമ്മ ഞാനങ്ങനെ പറഞ്ഞോ, ഉമ്മക്ക് അങ്ങനെ തോന്നിയോ, എൻ്റെ അടുത്തൊരു വീഴ്ചയാണെങ്കിൽ ഉമ്മ പൊറുക്കണം കേട്ടോ എന്നൊരു വാക്ക് പറയുമ്പോൾ, ഒരു പക്ഷേ അമ്മായിമ്മ തിരിച്ച് പറഞ്ഞേക്കാം, മതബോധം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞേക്കാം. മതബോധം എന്ന് പറയുന്നത് ഖുർആൻ ഓതുക, നിസ്കരിക്കുക, ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക, ഇതിനെയല്ല ഞാൻ മതബോധം എന്ന് ഉദ്ദേശിച്ചത്. എൻ്റെ വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മതബോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആൻ ക്ലാസ്സിൽ മുമ്പിൽ ബെഞ്ചിലുണ്ടാകുക, MGMൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാകുക, ISMൻ്റെ സംഘാടകനാകുക, KNMൻ്റെ ഭാരവാഹിയാകുക, നിന്ന് പ്രസംഗിക്കുക, മതം പറയുക, ഇതിനെയല്ല മതബോധം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഉള്ളു വഞ്ചിക്കാതെ റബ്ബുമായി കണക്റ്റഡായിട്ട് കൃത്യമായി പാലിക്കപ്പെടുന്ന രീതിയിൽ നമസ്കാരത്തെ മാറ്റാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നോമ്പിലൂടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നവനാകുന്നുണ്ട് എങ്കിൽ, സക്കാത്തിലൂടെയും സ്വതക്കയിലൂടെയും അന്യൻ്റെ ഒന്നും എൻ്റെ കയ്യിൽ വെച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ, 100 രൂപ കിട്ടിയിട്ട് 2.5 രൂപ 50 പൈസ മറ്റൊരുത്തൻ്റെ അവകാശമാണ്, അതെൻ്റെ പോക്കറ്റിലില്ല, എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണമായിട്ട് കൊടുത്തിട്ടില്ല, എൻ്റെ ഉമ്മക്ക് ഞാൻ മരുന്നായിട്ട് കൊടുത്തിട്ടില്ല, കയ്യുയർത്തുന്ന സമയത്ത് ഈ 2.5 രൂപ 50 പൈസ എനിക്ക് തടസ്സമാകൂല എന്ന് ഉറപ്പുണ്ടെങ്കിലേ ആ ഉറപ്പിനെയാണ് മതബോധം എന്ന് പറയുന്നത്. അതല്ലാത്തത് മതബോധമല്ല, അതല്ലാത്തത് മതബോധമല്ല. ഉറപ്പിച്ച് പറയണം ഞാൻ, മതബോധമല്ല. ഇത് ഞാൻ എന്നോടാ പറയുന്നത്. ആ മതബോധത്തിൽ ജീവിക്കുന്ന ഒരു ഉമ്മ അല്ലെങ്കിൽ എന്ത് പറയുന്നറിയോ? എന്താ പറയുക? എനക്ക് തോന്നിയില്ലേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്, ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ, എപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് പറയും. അതെ, വീണ്ടും മറ്റൊരു പ്രശ്നമല്ല തുടങ്ങേണ്ടത്. എൻ്റെ ഏരിയ ഞാൻ ക്ലിയർ ചെയ്തു, അപ്പുറം എന്തോ ആയിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല. എന്തിനാ പടച്ചവൻ 2 ചെവി നൽകിയത്? ഇങ്ങനെയുള്ള നെഗറ്റീവായ സാധനങ്ങൾ മുഴുവൻ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിടാനാ, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിടാനാ അള്ളാഹു 2 ചെവി എന്നത്. എന്നാൽ ഇത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? 2 ചെവിയിലൂടെയും കേട്ട് അത് ഹൃദയത്തിൽ ഒരു ചലനാത്മകമായ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കണം. അതിന് കുടുംബത്തിലാകട്ടെ വീട്ടിലാകട്ടെ പരസ്പരം ഏറ്റുപറയലുകൾ ഉണ്ടാകണം. വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ എന്നെനിക്കറിയില്ല. എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ വല്ലാഹി സുമ്മ വല്ലാഹി എൻ്റെ പോരായ്മകൾ എന്നോട് സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കളാണ്. അവർക്ക് വേണ്ടി കൈയുയർത്തി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ഈവൻ എൻ്റെ മക്കൾ ഈ ഒരു വേദിയിലുണ്ട് എങ്കിൽ, എൻ്റെ പ്രസംഗത്തിൽ വന്നുപോയ ഉപ്പ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നെ പഠിപ്പിക്കേണ്ടെന്ന് ഞാൻ പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ കയറി നിന്ന് എനിക്ക് സംസാരിക്കാനുള്ള യോഗ്യതകൾ എൻ്റെ മതം എനിക്ക് അനുവദിക്കില്ല. ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. എന്നെ തിരുത്താൻ എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോക്ക് അവകാശമുണ്ടെങ്കിൽ
അവളെ തിരുത്താൻ എനിക്കും സാധിക്കും. അവൾക്കെന്നെ തിരുത്താൻ അവകാശമല്ലേ? ഞാൻ ബാപ്പയാണ് എന്നിട്ട് പറഞ്ഞ് നിൽക്കുകയാണോ? ഈ 3ാം ക്ലാസ്സിലല്ലേ പഠിക്കണത്, എനിക്ക് 40-45 വയസ്സായിട്ടുണ്ട്, എൻ്റെ കാര്യം നോക്കണ്ട എന്ന് പറയുന്നുണ്ട് എങ്കിൽ എനിക്ക് അവളെ തിരുത്താൻ ധാർമ്മികമായിട്ട് ഒരവകാശമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ച സുന്ദര ജീവിതമാണ് പ്രിയപ്പെട്ടവരേത്. സുന്ദര ജീവിതമാണിത്. ഈ ഒരു അധ്യാപനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടാണ് ഇതിനെ നാം മാറ്റിവെച്ചിട്ട് ബാഹ്യമായി നാം ജീവിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, മുനാഫിക്കുകൾ എന്ന് പറയുന്നത് മക്കയിലാണോ മദീനയിലാണോ ഉണ്ടായത്? മുനാഫിക്കുകൾ എന്ന് പറയുന്നത് മക്കയിലാണോ മദീനയിലാണോ ഉള്ളത്? മദീനയിൽ അല്ലേ? ഈ മദീന കാലഘട്ടത്തോടു കൂടി മുനാഫിക്കുകൾ കഴിഞ്ഞോ? സത്യത്തിൽ മക്കയിൽ മുനാഫിക്കുകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പം മുനാഫിക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടാവോ? അതിൽ ഞാനല്ലാത്ത വേറെ ആരെങ്കിലുമൊക്കെ മുനാഫിക്കാണെന്ന് ചിന്തിക്കില്ലേ നമ്മൾ ചെയ്യുക? നമ്മളെന്താണ് ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സ് മാറിയിട്ട് എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഈമാൻ ഇപ്പം കിട്ടണില്ലല്ലോ, വല്ല നിഫാക്ക് മുന്നിൽ പിടിപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് വിലപിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഹൻദല റളിയല്ലാഹു അൻഹു സാധിച്ചിട്ടുണ്ട് എങ്കിൽ, നാഫക ഹൻദല അതാ മുനാഫിക്കായിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഉറക്കെ വിളിച്ചു പറയാൻ അവരുടെ ഉള്ളും മന്ത്രിച്ചിട്ടുണ്ട് എങ്കിൽ, എന്തേ നമുക്ക് തികഞ്ഞവരാണെന്ന് തോന്നുന്നു? ഇത്തരം ക്ലാസ്സുകൾക്ക് വരുന്ന സമയത്തും ആണുങ്ങളോടാണ് പറയുന്നത്. ഇത്തരം ക്ലാസ്സുകൾക്ക് വരുന്ന സമയത്ത് മരിച്ചവിടത്തേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ മദ്രസയിലെ പീട്ടിയിലേക്ക് വരുന്ന സമയത്തുമാണോ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നത്? അതല്ലെങ്കിൽ അവരുടെ നഗ്നതകൾ പ്രകടമാക്കി അവർ പുറത്തു നടക്കുന്നവരാണോ? എവിടെയോ നിഫാക്കിൻ്റെ അംശമുണ്ടോ? ആലോചിച്ച് നോക്ക്. എവിടെയോ നിഫാക്കിൻ്റെ അംശമുണ്ടോ? എന്താ മുൻകൈയും മുഖവും ഒഴിച്ചെൻ്റെ ഔറത്താണെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേ കിട്ടുന്നുള്ളൂ? ആ ഷോക്സ് വാങ്ങി ഇടാൻ എനിക്ക് പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ഫാഷൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് മുഴുവൻ സ്ത്രീത്വം എന്ന് പറയുന്ന സ്ത്രീകളുടെ ശരീരത്തെ വരെ എന്താക്കുന്നു? വിപണനമാക്കുന്ന കാലമാണെന്ന് തിരിച്ചറിയാത്തവർ സ്ത്രീകൾ മാത്രമാണ്. സ്കൂളിൽ ബുധനാഴ്ച ദിവസം യൂണിഫോം അല്ലാത്ത ഡ്രസ്സ് അവർക്കിടാം, കളർ ഡ്രസ്സ് ഇടാം. ഞാനൊക്കെ ശക്തമായി വാദിച്ചത് കുട്ടികൾ മറ്റൊരു യൂണിഫോം ഇടണം എന്നാ. കാരണം എന്താണെന്നറിയോ? അത്ര വൃത്തികേടിലാണ് ഈ പിഞ്ചോമന മക്കളെ രക്ഷിതാക്കൾ പറഞ്ഞേക്കുന്നത്. ഒന്ന് റാഡിക്കലായി. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ആ മുഖത്തെ കൂടി മറക്കുന്നൊരു ഭാഗമായി, എല്ലാം മറയിലായി. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാണെങ്കിൽ പറ്റ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ, ഒന്നില്ലെങ്കിൽ ഇടത്തെ ഭാഗത്ത് അല്ലെങ്കിൽ വലത്തെ ഭാഗത്ത് ചാവി തീർന്നാൽ മാത്രം നേരെ നിൽക്കുക. ഇതല്ലല്ലോ മതം പഠിപ്പിച്ചത്. നമുക്ക് ധർമ്മമില്ലേ അതിൽ? എന്തുകൊണ്ടാണ് സ്ത്രീകളോട് പറയാതെ ആണുങ്ങളോട് ഇത് പറഞ്ഞത്? അവിടെയാണ് ആണിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കേണ്ടത്. അത് കാർക്കശ്യത്തോട് കൂടിയിട്ടല്ല. അള്ളാൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ ഈ നിലപാടിൽ നീ മുഅ്മിനാണോ മുനാഫിക്കാണോ എന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ, സ്വയം ചോദിച്ചാൽ തിരിച്ചറിയാവുന്ന ഒന്നേ ഉള്ളൂ. കഴിഞ്ഞില്ല. ഇതേ രീതിയിൽ ആണുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ പ്രോഗ്രാമിലും സജീവമായി മുമ്പിലുണ്ട്. നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്ന് ഉച്ചഭാഷിണിയിൽ വിളിച്ചു പറയുന്ന സമയത്ത് പുതപ്പ് മാറ്റി പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ ഇണകളെ നിങ്ങളൊന്ന് തട്ടി ഉണർത്തുന്നില്ല എങ്കിൽ സ്നേഹമെന്നാണോ അതിന് പറയുക? കാപ്പട്യമെന്നാണോ പറയുക? എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ വിജയത്തിലേക്ക് വാന്ന. ആ വിജയം എന്താ? ഉള്ളു തുറന്ന് നാഥനോട് സംസാരിക്കുകയാണ്. ആ സംസാരം എന്തിനാ? തെറ്റുകൾ വരാതിരിക്കാനുള്ള പരിചയമായിട്ട് എപ്പോഴും നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. ഇസ്തിഗ്ഫാറുകൾ നടക്കണം. ഈവൻ നമസ്കാരത്തിൽ നമുക്ക് തീരെ സമയം വേണ്ടാത്തത് എവിടെയാ? എഴുത്തിദാലിലാണോ? ആ ഇടയിലിരുത്തത്തിലല്ലേ? ഇടയിലിരുത്തത്തിൽ എന്താ നമ്മൾ ചൊല്ലാറുള്ളത്? ചിലപ്പോൾ നമ്മളൊന്ന് സുജൂദ് പോയിട്ട് നീച്ച് വന്ന് നോക്കണം, എന്നാലേ നമുക്ക് ചൊല്ലാൻ കിട്ടുള്ളൂ.
അങ്ങനെ പ്രശ്നമുണ്ടല്ലോ അല്ലേ? സുജൂദ് പോയിട്ടേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ആ ചോദിക്കുന്ന ചോദ്യത്തിന് ആ സ്പോട്ടിൽ നിങ്ങൾ ഉത്തരം പറയണം. ഞാൻ കേൾക്കണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മതി. 1000 തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയാ? ഉത്തരം കിട്ടിയല്ലോ, സംശയമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല അല്ലേ? ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ തൊട്ട് മുമ്പുള്ള ആയത്തേതാ? ആദ്യം മുതൽ ഓതി പോകണല്ലേ. നമ്മുടെ പഠനത്തിലെവിടെയോ പ്രശ്നമല്ലേ? ദിവസവും 17 തവണ ചൊല്ലുന്നതല്ലേ? മിനൽ ജിന്നത്തി വന്നാസ് തൊട്ട് മുമ്പിലേതാ? നമുക്ക് കിട്ടൂല. നമ്മുടെ പഠന പ്രക്രിയക്ക് എവിടെയൊക്കെയോ ചില അസ്വസ്ഥതകൾ. തിരിച്ചെന്നോട് ചോദിച്ചു നോക്ക്, ഒരു പക്ഷേ എനിക്കും കിട്ടൂല. ഒരു പക്ഷേ അല്ല, തീർച്ചയായും കിട്ടില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു യാന്ത്രികമായി പഠിച്ചു വന്നു. അതുകൊണ്ടാണ് ഈ സുജൂദിൽ എന്താണ്, ഈ ഇടയിലിരുത്തത്തിൽ എന്താണെന്ന് പെട്ടെന്ന് നമുക്കത് കിട്ടാത്തത്. അവിടെ 7 ആവശ്യങ്ങൾ പടച്ചവനോട് പറയുന്നുണ്ട്. ആ 7 ആവശ്യങ്ങൾ മനസ്സറിഞ്ഞാണ് നമ്മൾ മന്ത്രിക്കുന്നതെങ്കിൽ ഒന്നാമത് പറയുന്നത് എന്താ അറിയോ? കറകളില്ലാതെ ജീവിക്കാൻ, കളങ്കമില്ലാതെ ജീവിക്കാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണേ റബ്ബേ. അതാണ് ആ വാക്കേതെന്നു, റബ്ബി ഗഫിർലി. കറകളില്ലാതെ അസ്വസ്ഥതകളില്ലാതെ സ്വസ്ഥമായി ജീവിക്കാൻ നാഥാ നീ എന്നെ അനുവദിക്കണേ. റബ്ബി ഗഫിർലി. സമയമെടുക്കും അതിൽ. എൻ്റെ ജീവിതത്തിൽ വന്ന അപരാധങ്ങൾ നാഥാ നീ എനിക്ക് പുറത്തു തരണേ. റബ്ബി ഗഫിർലി. നാഥാ നീ എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തു തന്നിട്ടും ധിക്കാരത്തിൽ ഞാൻ ജീവിക്കുന്നു, എനിക്ക് നീ പുറത്തു താ റബ്ബേ. കാരണം നീ ഗഫാറാണല്ലോ, നീ പൊറുക്കുന്നവനാണല്ലോ, എനിക്ക് നീ പുറത്തു താ നാഥാ. ഇങ്ങനെയൊക്കെ നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടും ധിക്കാരത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട് നാഥാ. നീ എന്നോട് കോപിക്കരുത് പടച്ചോനെ. വർഹംനി, നിൻ്റെ കാരുണ്യം നീ എനിക്കൊന്നിനു പിറകെ ഒന്നായി ഉണ്ടാകണമേ. ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകണേ അല്ലേ. വജ്ബുർനി, എന്നെ നീ നിരപരാധിയാക്കണമേ, എന്നെ നീ പ്രതിയാക്കി ചിത്രീകരിക്കല്ലേ നാഥാ. ആലോചിക്ക്, മനസ്സറിഞ്ഞ് മന്ത്രിക്കുകയാണ് എങ്കിൽ അതിന് സമയം എടുക്കൂലേ? നമ്മൾ പണ്ട് മദ്രസയിൽ, പുത്തുമലയിലെ മദ്രസയിൽ, നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും, പുത്തുമലയിലും മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോഴും ആ മദ്രസ അവിടെ നിൽക്കുന്നുണ്ട്. താഴെയുള്ള അമ്പലവും 2 പാടികളൊക്കെ ഒലിച്ചുപോയി 2018. കുറേ ആളുകൾ മരണപ്പെട്ടു. അതിലും 1 രൂപ പോലും കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ പോയിട്ട് 1 രൂപ പോലും കിട്ടാത്ത മനുഷ്യർ ഇന്നും പുത്തുമലയിലും പച്ചക്കാട്ടിലും ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പ്രദേശമാണത്. എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ. നമ്മൾ മീഡിയകളിൽ കാണുന്ന ഒന്നുമല്ല ജീവിതം എന്നുള്ളത് റിയൽ ലൈഫിൽ അവർക്കറിയാം. ആ മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത്, നമ്മുടെ പുത്തുമലയിൽ മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചൊല്ലി ഓതി ഉറക്കങ്ങനെ പറഞ്ഞിങ്ങനെ ജീവിച്ചിരുന്നു. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫാനി വസുഖ്നി വദ്നി വാഫനി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്തിനു നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനു പറയൂ? എന്തിനാ നിസ്കാരം എന്തിനാ വെച്ചാൽ ഉമ്മ ചോദിക്കും നിസ്കരിച്ചോന്ന്, ഉപ്പ ചോദിക്കും നിസ്കരിച്ചോ എന്നുള്ളത്. എന്ന് പറയാനാ ഞാൻ നമസ്കരിക്കുന്നത് എന്നതാ ഖത്തറിൽ നിന്നൊരു ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ഉത്തരം. ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ശരി, ആ പഠിച്ച സമയത്ത് മദ്രസയിൽ പഠിച്ച തുമഇനീനത്ത് എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട് അല്ലേ? അറബി അറിയാത്തവർക്കും നമുക്കറിയാം, നിസ്കാരത്തിൽ തുമഇനീനത്ത് വേണം. എന്താ അതിൻ്റെ അർത്ഥം? അടക്കം ഒതുക്കം വേണമെന്ന് പറയുമ്പോൾ കൈ കെട്ടുമ്പോഴും സുജൂദ് പോകുമ്പോഴും റുക്കൂയിലൊന്നല്ല. ഈ പറയുന്നത് എന്തിന്? എൻ്റെ ഉള്ളിലുള്ള മലിനങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് ആ ഒരു നെടുവീർപ്പോടുകൂടി പുറത്തു വന്ന് അല്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ണീരോടുകൂടി പുറത്തു പോയി ശുദ്ധനായൊരു മകനായ മനുഷ്യനായി ജീവിക്കുമ്പോൾ മുഖത്ത് കാണുന്നൊരു പ്രസന്നതയുണ്ട്. അത് സ്വയം അനുഭവിക്കാൻ സാധിക്കും, മറ്റുള്ളവർക്ക് അനുഭവിക്കാനും സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ എത്രമാത്രം മാറണം. ദിവസവും 5 തവണ നിർബന്ധമായും പടച്ചവൻ നമ്മെ കഴുകാൻ നമുക്ക് ഓഫർ തരിക. കഴിഞ്ഞില്ല. നിങ്ങളങ്ങനെ തെറ്റുകൾ ചെയ്ത് ജീവിച്ചാലോ നിങ്ങൾക്കതിന് മാർഗമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട റാഫി സാറൊക്കെ ISMൻ്റെ ഭാരവാഹിയായപ്പോൾ തൃശ്ശൂരിൽ വെച്ചൊരു സമ്മേളനം നടത്തിയിരുന്നു. യൂത്ത് ഫോർ ഗുഡ്നെസ് ആൻഡ് റിഫോം എന്ന് പറഞ്ഞിട്ട്, യുവത്വം നന്മക്ക് നവോത്ഥാനത്തിന്. അന്ന് നിങ്ങളുടെ ജില്ലക്കാരനായ പ്രിയപ്പെട്ട ജലീൽ മാഷ് പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ടവരെ, ഈ യുവത്വം നന്മക്ക് നവോത്ഥാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളൊരു പരിപാടി തുടങ്ങുമ്പോൾ അത് നാളെ കസറായി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഞ്ചാവിൽ അടിപ്പെട്ട
അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഡ്രഗ്സ് എന്ന് പറഞ്ഞ കഞ്ചാവാ. അതിലൊക്കെ അകപ്പെട്ട കുറേ സുഹൃത്തുക്കളെ എൻ്റെ ചെറു ജില്ലയിൽ പല സ്ഥലങ്ങളിൽ പോയി കണ്ടിരുന്നു. അവരോട് സംസാരിച്ചിരുന്നു. അതിലൊരു സഹോദരൻ അങ്ങേയറ്റം കള്ളിലും കഞ്ചാവിലുമായി ജീവിച്ച് 3 മക്കളുണ്ട്. ഈ മക്കൾക്ക് എന്തു ചെയ്യാണ്? ജീവിത ചെലവ് കൊടുക്കാനായിട്ട് കോടതി വിരിച്ചിട്ട് എല്ലാ മാസവും അന്ന് 1500 രൂപ കോടതിയിൽ കെട്ടിവെക്കുക. ആകെ ഒരു മോളേ ഉള്ളൂ. ഈ മോളെയാണ് കെട്ടിച്ചയച്ചത്. എന്തുകൊണ്ടാണിത് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ ഒരു മോളേ ഉള്ളൂ. ബാപ്പയും ഉമ്മയും കെട്ടിച്ചയച്ചത് ഈ മോളെയാണ്. ഈ മരുമകൻ വീട്ടിലേക്ക് വന്ന സമയത്ത് പാവപ്പെട്ട അമ്മായിമ്മ ആ മരുമകന് നോമ്പ് തുറക്കാൻ ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ ചവിട്ടിയിട്ട് മേലെ വെച്ച പാത്രം എടുക്കുന്ന സമയത്താണ് കുപ്പി വീണിട്ട് താഴ്ന്ന് പൊട്ടുന്നത്. ബെഡിൻ്റെ അടിയിൽ വെച്ച കള്ളിൻ്റെ കുപ്പി വീണ് പൊട്ടുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വല്ലാത്തതാണല്ലോ. ആ മനുഷ്യനെ മുമ്പ് കൊണ്ടുവന്നു. റിപ്പണിലെ പള്ളിയിൽ കറണ്ടില്ലാതെ മെഴുകുതിരി വട്ടത്തിൽ ആ മനുഷ്യരിരുന്നു കൊണ്ടിങ്ങനെ പ്രിയപ്പെട്ട സലാമുട്ടിലും നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഒരാൾ മാത്രമല്ല, 4 or 5 കഞ്ചാവിന് അടിമപ്പെട്ട ഒരു ടീമുണ്ട്. അതിങ്ങനെ കേട്ടിട്ട് ആ മനുഷ്യന് സലാമ് മറിച്ചു കൊടുത്തു. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനം മറിച്ചു കൊടുത്തു. 39-ാം അധ്യായം സൂറ സുമറിലെ 53-ാമത്തെ വചനം മറിച്ചു കൊടുത്തു സലാമ് ആ മെഴുകുതിരി വട്ടത്തിൽ. അല്പം മഴയോ കാറ്റൊക്കെ ഉണ്ട്. അതിൽ സലാം പറഞ്ഞു, കുല്യാ ഇബാദി ഉള്ളദീന അസ്റഫു അല അംഫുസ, സ്വന്തം ആത്മാക്കളോട് തെറ്റ് ചെയ്ത് അതിക്രമം ചെയ്ത മനുഷ്യന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ പാപങ്ങളുണ്ടല്ലോ എത്ര വന്നാലും ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറയുന്ന ആ ആയത്ത് ഇങ്ങനെ ഓതിയിട്ടപ്പോൾ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് പറയുന്നൊരു വാക്കുണ്ട്. ആ ഖുർആൻ ഇങ്ങ് വാങ്ങിച്ചു. ആ വാങ്ങിക്കുന്ന സമയത്ത് മെഴുകുതിരി വീണ്ടും കെട്ടു. ഈ ഖുർആൻ വാങ്ങുന്ന സമയത്ത് കെട്ടു, വീണ്ടും കത്തിച്ചു. അവൻ ആവർത്തിച്ചത് വായിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെ കിടക്കുന്നത്? സ്വന്തം ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ട്. സ്വന്തം ബാപ്പയും ഉമ്മയും എന്താക്കിയിട്ടുണ്ട്? വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. മക്കൾക്ക് ചെലവിന് കൊടുക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ ഈ ആയത്ത് അവനിങ്ങനെ വായിക്കുക. എന്നിട്ട് എവിടെ കിടക്കുന്നതെന്നറിയോ? അവൻ കിടക്കുന്നത് അവൻ്റെ പ്രദേശത്ത് പള്ളിയോട് ചേർന്നുള്ളൊരു മതിലിന് തൊട്ട് താഴെ ടാർപോളിൽ വലിച്ചു കെട്ടി അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശനമില്ല. അവിടെ ആ അങ്ങാടിയിൽ അവനക്ക് കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത അങ്ങാടി പോവും. അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ കോഴിക്കോട് അങ്ങാടിയിൽ എവിടെ കിട്ടുകയെന്ന് അവൻ അറിയാം. അവിടെ നിന്ന് 2-3 ദിവസത്തേക്ക് വാങ്ങിയിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ജീവിതം. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് അവൻ വായിച്ചിട്ടൊരു നെടുവീർപ്പിടുന്നുണ്ട്. ആ 3 മക്കൾക്ക് ഉപ്പയെ തിരിച്ചു കിട്ടി. ആ അമ്മോച്ചനും അമ്മായിമ്മക്കും ആരെ തിരിച്ചു കിട്ടി? മരുമകനെ തിരിച്ചു കിട്ടി, ഭാര്യയെ തിരിച്ചു കിട്ടി. തെറ്റിൽ അമർന്ന് ജീവിക്കുന്ന അവന് ഇത് തെറ്റാണ്, എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്, പൊറുക്കും, പടച്ചവൻ ചേർത്ത് പിടിക്കും, ആ പടച്ചവൻ അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട ആ ആയത്തിൻ്റെ വചനങ്ങൾ അവൻ്റെ ജീവിതത്തെ മാറ്റിപ്പണിതു. പുതിയ ജീവിതങ്ങളുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതൊരു കഞ്ചാവൊക്കെ അടിച്ച് നാട്ടുകാരൊക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇതൊന്നും വേണ്ട. ബോധ്യത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരോടെങ്കിലും നമ്മുടെ മനസ്സിലൊരു പകയോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടോ? വിശ്വാസം പൂർണ്ണമായിട്ടില്ല. ജ്യേഷ്ഠനോടുണ്ടോ? അനുജനോടുണ്ടോ? മക്കളോടുണ്ടോ? അയൽപക്കത്തുണ്ടോ? മകൻ്റെ ഭാര്യയോടുണ്ടോ? ഭർത്താവിൻ്റെ ഉമ്മയോടുണ്ടോ? ബാപ്പയോടുണ്ടോ? കുടുംബത്തിലെ അംഗങ്ങളോടുണ്ടോ? ഒരു വെറുപ്പ്, മനസ്സിനുള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥത കറുത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ആ മലീമസം, അതിന് ഗന്ധമുണ്ടെങ്കിലുണ്ടല്ലോ ഈ പ്രദേശം മൊത്തത്തിൽ മണക്കും. അതിന് ഗന്ധമുണ്ടെങ്കിൽ ഈ പ്രദേശം മൊത്തത്തിൽ നാറും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഉള്ളിൽ കെട്ടിവെക്കുന്നുണ്ടോ? നമ്മുടെ മതം പൂർണ്ണമായിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ വരുന്നതിന് മുമ്പ് പ്രവാചകൻ പറഞ്ഞില്ലേ, അയാൾ സ്വർഗത്തിലാ, ഇനി വരുന്നൊരു മനുഷ്യൻ സ്വർഗത്തിലാ. അത് 2-3 തവണ വന്നപ്പോഴും ഒരേ മനുഷ്യൻ. എന്താ? സഹാബത്തൊക്കെ ചെയ്യുന്ന പണി തന്നെയാണ് അയാളും ചെയ്യുന്നുള്ളൂ. സഹാബികൾ അവരെക്കുറിച്ച് പഠിച്ചു, അയാളെക്കുറിച്ച് പഠിച്ചു, ആ സഹാബിയെക്കുറിച്ച് പഠിച്ചു. ആ സഹാബി അവസാനം പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാലോ. എന്താ പറഞ്ഞത്? എൻ്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും
ഒരു വെറുപ്പും ഒരു ചിന്തയുമില്ല, കഴുകി കളഞ്ഞിട്ടുണ്ട് ഞാൻ. സാധിക്കണ്ടേ നമുക്കത്? സാധിക്കണ്ടേ നമുക്കത്? നാടെങ്ങനെയെന്നറിയോ? ഈ കള്ളിലും കഞ്ചാവിലും ജീവിക്കുന്ന സമയത്ത് അവനൊരു മഹലിലെ അംഗമാണ്, പ്രശ്നമില്ല, എല്ലാവരും സ്വീകാര്യനാ. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായ ഏകദൈവ വിശ്വാസം പഠിച്ചിട്ട് കൃത്യമായിട്ട് ഏകദൈവ വിശ്വാസത്തിൽ 2019 നമ്മുടെ വെളിച്ചൊക്കെ നടന്ന സമയത്ത്, സംഗമം ബത്തേരിയിലൊക്കെ നടന്നപ്പോൾ സജീവ പ്രവർത്തനായപ്പോൾ ഈ പള്ളിയുടെ ഓരത്ത് കൊതുകടിക്കുന്നത് പോലും അറിയാതെ കിടന്ന അവൻ വഴിവഴച്ചവനായി. പുത്തൻവാദി പ്രസ്ഥാനത്തിൽ ചേർന്നു, ഓൻ വഴിവഴച്ചവനായി. നിങ്ങൾ ആലോചിച്ച് നോക്കൊരു നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓൻ മുജാഹിദായി എന്ന് പറയുമ്പോൾ എന്തായി? ഓൻ നന്നായി എന്നല്ല, ഓൻ വഴിവഴച്ചു എന്ന് പറഞ്ഞു. അതുവരെ മുഴുവൻ കുടിച്ച് ജീവിച്ചാലോ ഒരു പ്രശ്നവുമില്ല, ആരും തിരുത്തുന്നുണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കേണ്ടത്. എനിക്ക് ലോകത്ത് ഒരാളെ മാറ്റാൻ കഴിയുള്ളൂ, അതെന്നെ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ചരിത്രത്തിൽ എപ്പോഴും കേൾക്കുന്നതും അറിയുന്നതുമായൊരു സംഭവമല്ലേ, ഒരു പുതപ്പ് വിൽപ്പനക്കാരനായ ഒരാളുടെ പേര് നമ്മൾ കേൾക്കാറില്ലേ? പുതപ്പ് വിൽക്കുന്ന ഒരാൾ, അയാൾ മദീനയിൽ പുഴപ്പ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു അത്? ആ പുതപ്പ് വിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പുതപ്പ് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്, ഈ നൂല് ഇങ്ങോട്ടല്ലായിരുന്നു. പൊട്ടി കരയുന്നുണ്ടല്ലോ അല്ലേ? ചരിത്രത്തിലെ ഖുതുബയിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കഥയല്ലേ? പൊട്ടി കരയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കൂടി നിന്നവർ പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ നീ അത് വാങ്ങണ്ടല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു പൊട്ടി കരയാണ്. എന്താ സംഭവിച്ചത്? നിനക്കത് വേണ്ട എങ്കിൽ നീ അത് ഒഴിവാക്കിയേക്ക്, നീ എന്തിനാ ഇതിൻ്റെ കുറവുകളും തെറ്റുകളും പറയുന്നത്? ആ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വാക്കാ. പരലോകമെന്ന് പറയുന്നിടത്തേക്ക് ഞാനൊരു പുതപ്പ് നെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നെയ്തുകൊണ്ടിരിക്കുന്ന പുതപ്പിൽ, കർമ്മങ്ങളായി നെയ്തുകൊണ്ടിരിക്കുന്ന പുതപ്പിൽ നാളെ അള്ളാൻ്റെ കോടതിയിലെത്തുന്ന സമയത്ത് പറയാണ്, അബൂദർദാ നീ ഇങ്ങനല്ലായിരുന്നു ചെയ്യേണ്ടത്, നിന്റെ കർമ്മം ഇങ്ങനല്ലായിരുന്നു വേണ്ടത്, നിന്റെ സംസാരം ഇങ്ങനല്ലായിരുന്നു വേണ്ടത്, നിന്റെ നമസ്കാരം ഇങ്ങനല്ലായിരുന്നു വേണ്ടത്, നിന്റെ നോമ്പ് ഇങ്ങനല്ല, സാമ്പത്തിക വിക്രയങ്ങൾ ഇങ്ങനല്ല എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തിരിച്ചു വന്നിട്ട് ഈ കർമ്മം ചെയ്ത് പടച്ചവനടുത്ത് പോകാൻ പറ്റൂലല്ലോ എന്നാലോചിച്ചാ ഞാൻ കരഞ്ഞത്. ഈ സുഹൃത്തിൻ്റെ ഈ പുതപ്പിന് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നെയ്ത്തുകാരൻ എന്നുള്ള നിലക്ക് എനിക്ക് നാളെ പോയത് വീണ്ടും നെയ്ത് വരാം, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കഷ്ടം ചെയ്ത് എനിക്ക് എടുക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് വിലപിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ എന്തിനാ ചരിത്രം പഠിക്കുന്നത്? ഖുർആൻ എന്തിനാ ചരിത്രം ഉപയോഗിച്ചിട്ടുള്ളത്? ഖുർആൻ ചരിത്രം ഉപയോഗിച്ചത് എന്തിനാ? വെറുതെ അങ്ങനെ കേട്ടുപോകാനാ? യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞത് കഥാപ്രസംഗം നടത്താനാ? മൂസ നബിയുടെ ചരിത്രം എന്തെങ്കിലും മത്സരങ്ങൾ നടത്താനാ? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ചരിത്രത്തിൽ ഉണ്ടാകേണ്ടത്. 1, ഈമാൻ വർദ്ധിക്കണം. ചരിത്രം കേൾക്കുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കണം. 2, സമാധാനം ഉണ്ടാകണം. 3, ഗുണപാഠം ഉണ്ടാകണം. എങ്ങനെയാണ് ഫിർഔനിൻ്റെ ചരിത്രം കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഈ 3 സാധനങ്ങൾ ഉണ്ടാകുക? 1, സമാധാന. അതെ, ഫിർഔൻ ജീവിച്ചതുപോലെ ധിക്കാരിയായിട്ട് ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം എങ്ങനെ ധിക്കാരിയാകുക? പുകവലി പാടില്ലെന്ന് പറഞ്ഞ് ഖുതുബ പറഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ എന്തുണ്ട്? 2 കയ്യിലും സിഗരറ്റ് പിടിച്ചിട്ട് മിമ്പറന്ന് ഞാൻ ഇറങ്ങി പുറത്ത് നോക്കുമ്പോഴേക്ക് ഊതി വിടുന്നുണ്ട് ആ മനുഷ്യൻ. ചങ്ങായി, ഈയൊക്കെ ഇങ്ങനെ വന്നിട്ടല്ലേ മലയാളമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അന്നെക്കാളും വലിയ പണ്ഡിതന്മാർ നല്ല വലിച്ച് ജീവിച്ചിട്ടുണ്ട്, ഈയൊക്കെ പറയാൻ ഇത് ആരാ എന്ന രീതിയിൽ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? അത് തിരുത്തിയ മനുഷ്യൻ ഞാൻ പറഞ്ഞത്. ഇന്നതൊന്നും പറയാനില്ല. നമ്മളോടൊക്കെ പറയുമ്പോൾ ഞാൻ ഓക്കെയാണ്, ഇത് ഇന്നെക്കുറിച്ചൊന്നുമല്ല പറയണത്, ഓലെക്കുറിച്ചാ. നമുക്കും ചില സമയങ്ങളിലൊക്കെ ഉണ്ട്, എവിടെയെങ്കിലൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോണ സമയത്ത് അത് ഇത് നിങ്ങൾ ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും. അത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് സ്വന്തം പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാലോ? ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു പൊതുപ്രഭാഷണം വെക്കുന്ന സമയത്ത് ഈ വിഷയം പറയണം, അത് വലിയ ശബ്ദത്തിൽ നാട്ടുകാർ കേൾക്കട്ടെ. സംഘടിപ്പിച്ചവൻ കേൾക്കേണ്ടതുണ്ടോ? ഇല്ല, അവൻ തികഞ്ഞവനാണെന്ന് അവന് തോന്നുന്നു, അതിനാ നിഫാക്ക് എന്ന് പറയുക, കാപ്പട്ടി എന്ന് പറയുക. ഞാൻ തിരിഞ്ഞ് എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗമുണ്ടെന്ന് പറയുന്ന സഹാബികൾക്ക് തോന്നാത്ത തോന്നല. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ സഹാബികൾക്ക് തോന്നാത്ത തോന്നലാണത്. അപ്പോൾ അവിടെ സമാധാനം. ഫിർഔൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് എങ്ങനെയാണ്? അതെ, ഞാനാണ് ഏറ്റവും വലിയവനെന്ന ബോധം എനിക്കില്ല. അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഞാൻ ആവർത്തിച്ച് പറയുന്നു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പടച്ചവനാണ് വലിയവൻ, ഞാൻ ചെറിയവനാണെന്ന ബോധമാണ് എനിക്കുള്ളത്. എത്ര സുന്ദരമാ മതമെന്ന് പറഞ്ഞാൽ.
2, സമാധാനം അങ്ങനെയാ സമാധാനം ഉണ്ടാകുക. 2, അതിലെന്ത് ചെയ്യണം? ഈമാൻ വർദ്ധിക്കണം. അല്ല, ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ കേട്ടത് ശരിയാണല്ലോ, എൻ്റെ ജീവിതം മാറണമല്ലോ, ഞാൻ എപ്പോഴുള്ള സ്റ്റേജിൽ നിന്ന് മാറണമല്ലോ, ഈമാൻ വർദ്ധിക്കണം. ഇതിനാ ചരിത്രം ഉപയോഗിച്ചത്. 3, ഗുണപാഠം ഉൾക്കൊള്ളണം. ഫിറോൻ്റെ ചരിത്രത്തിൽ എന്താ ഗുണപാഠം? ഞാനാണ് വലിയവൻ, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന രീതിയിൽ നമ്മൾ ഒരു ഫറോവയായി നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ, ചിലപ്പോൾ 2 സെൻറ്റ് സ്ഥലത്തുള്ള വീട്ടിലായിരിക്കാം, ആ 2 സെൻറ്റിലെ ഫറോവ നമ്മളാണ് എങ്കിൽ, 5 ആൾ ജീവിക്കുന്ന സമയത്ത് ആ 5 ആളെ ഭരിക്കുന്ന കുടുംബനാഥ എന്നുള്ള നിലക്ക് ഞാനവിടുത്തെ അമ്മായിമ്മ, ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി, ഞാനവിടുത്തെ മരുവള്, ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി പറഞ്ഞാൽ ആ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആ വൃത്തമുണ്ടല്ലോ, ആ വൃത്തത്തിൽ നാം ഒരു ഫറോവയായി ജീവിക്കുന്നുണ്ട് എങ്കിൽ ഫറോവയുടെ നാശം പോലെ തന്നെ നമുക്കും നാശമുണ്ടാകും എന്ന് തിരിച്ചറിവുണ്ടാകണം. ഈ ഗുണപാഠങ്ങളാണ് ചരിത്രം പറയുന്നത്. അതേ, അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരു പുതപ്പ് നെയ്യുന്നു എന്ന് പറയുന്നു. ആ പുതപ്പിലെ പോരായ്മകളെക്കുറിച്ച് അദ്ദേഹം വിലപിക്കുന്നു എന്ന ചരിത്രം നമ്മൾ ഉദ്ധരിക്കുന്നു. നാമും നാളേക്ക് വേണ്ടി ഒരു പുതപ്പ് നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നെയ്യുന്ന പുതപ്പിൽ നാളെ എനിക്ക് പരിഹരിക്കണോ, അത് നാളേക്ക് നീക്കി വെക്കരുത്. ഹൃദയത്തിൻ്റെ മിടിപ്പെപ്പോഴാണ് നിൽക്കുകയെന്നറിയില്ല. ഹൃദയത്തിൻ്റെ മിടിപ്പെപ്പോൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ പരിഹരിക്കണോ, പരിഹരിക്കേണ്ടതുണ്ടോ എന്ന ബോധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൂടെ കിടന്നുറങ്ങുന്നവരാണ് ഒരുപക്ഷെ നമ്മിൽ നിന്ന് പടച്ചവൻ തിരിച്ചു പിടിക്കുന്നത്. കൂടെ കിടന്നുറങ്ങുന്നവരെ പിടിക്കുന്നുണ്ട്, ഒപ്പം കിടന്നുറങ്ങണേ. എത്ര മനുഷ്യന്മാരെന്ന് അറിയോ മരിച്ച മയ്യത്തിനൊപ്പം കിടന്നുറങ്ങണ്? രാവിലെ നീക്കണ സമയത്താ ശരീരം തൊട്ട് വെക്കുന്ന സമയത്ത് തണുപ്പ് എന്ന് പറയണത്. അപ്പം അത്രയും നേരം കിടന്നുറങ്ങിയ ആരപ്പാ? ഒരു മയ്യത്തിൻ്റെ ഒപ്പാ. നമ്മൾ അറിയണില്ലത്, അത്ര നിസ്സാരരാണ് നമ്മൾ. ആ ഹൃദയത്തെ തിരിച്ചു പിടിക്കുന്ന ഒരാൾ ജനിച്ചാൽ അറിയില്ലേ? ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രക്രിയ ഉറക്ക ശബ്ദിക്കാന്നാ. എന്നാൽ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്, അതറിയും. മരിക്കുന്ന സമയത്ത് അറിയില്ല. അത്ര ശാന്തമായി എടുത്തു പോകുന്നൊരു സാധനമാണത്. ശാന്തമായി എടുത്തു പോകുന്നൊരു സാധനമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൂലൈ 30 ചൂരൽമലയിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് എൻ്റെ വിവാഹം നടന്നത് ചൂരൽമലയിലാണ്, എൻ്റെ പെങ്ങന്മാരെ വിവാഹം നടന്നത് ചൂരൽമലയിലാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടാക്കിയ ഞങ്ങളുടെ വീട് ചൂരൽമലയിലാണ്. ഞാൻ 2009 അവിടെ വിറ്റാണ് മുട്ടിലേക്ക് താമസം മാറ്റിയത്. ആ വീടൊന്നില്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ പ്രദേശം പോയി കണ്ടിട്ടുണ്ടാവും. എനിക്കത് കാണാൻ സാധിച്ചിട്ടുമില്ല, ഞാൻ പോയിട്ടുമില്ല. കാരണം എന്താ? കാണാൻ ആഗ്രഹിക്കാതെ നിൽക്കുകയാണ്. നമ്മുടെ ദുർബലതയാണത്. ശരി, രാത്രിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അമ്മാവനോട് രാത്രി 12 മണി വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പുത്തുമലയിലുള്ള അമ്മാവനോട്. മാമൻ പറയുന്നുണ്ട്, എടാ നല്ല മഴയുണ്ട്, ഉമ്മ നല്ല ഉറക്കാ, വല്യമ്മ ഉറക്ക, ഉമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം പുത്തുമലയുടെ ദുരന്തം മാറാതെ നിൽക്കുകയാണ്, നല്ല മഴയുണ്ട്. അവിടുന്നാണ് 2 മണിയാകുന്ന സമയത്ത് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ വിളിക്കുന്നത്, ജലീൽ മദനി എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ സ്പോട്ടിൽ വിളിക്കുക. എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട അയൽവാസി മുനീറിൻ്റെ നമ്പർ ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത എല്ലാ ഫിറ്റിങ്ങുകളും ഇല്ലേ, മാറ്റി വിരിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീറാ. ദിവസവും ഓർക്കും, അള്ളാഹു ബർസക്ക് ഹൈറായി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവൻ്റെ നമ്പറിലേക്ക് വിളിക്കുക, ഞാൻ പരിചയമുള്ള നമ്പറിൽ വിളിക്കുക. ആ പ്രദേശത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? കോഴിക്കോടൊക്കെ അടച്ച്, വാതിലൊക്കെ അടച്ച്, ലൈറ്റൊക്കെ ഫാനൊക്കെ ഓഫാക്കി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ആ പ്രദേശം പോലും അറിയാതെ തുടച്ച് നിൽക്കണവർ. പക്ഷെ ഒരു ഭാഗ്യവാന്മാരാ. ജീവനോട് കൂടിയിട്ടൊരു മയ്യത്തോട്, ഒരു ശരീരം നിന്ന് കിട്ടിയിട്ടില്ലല്ലോ, ഒരാളതല്ലാതെ വേറെ ആരും കിട്ടിയിട്ടില്ലല്ലോ. 2-3 സെക്കൻഡുകൾ മാത്രമായിരിക്കും അവരെന്ത് എന്നുള്ളത്. ചില മയ്യത്തുകൾ വന്നിരുന്നു പ്രിയപ്പെട്ടവരെ, പേടിപ്പിക്കുന്ന മയ്യത്തുകൾ. എന്താണെന്നറിയോ? 2 കൈയും പിടിച്ച് മുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക, എന്താ പറയുന്നത്, അത്രമാത്രം നിസ്സഹായമായിട്ട് ഒന്നുമില്ല. എപ്പോഴാണ് നമ്മുടെയൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിക്കുകയെന്നറിയില്ല. എൻ്റെ മോൾ ഐഫ ചോദിക്കാറുണ്ട്, ഉപ്പ എപ്പോഴാണ് നമ്മളെ വീടും പോകുക എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഇതാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ദുന്യാവെന്ന് പറയുന്നത് ഇതാണ്. എപ്പോഴാണ് ഹൃദയത്തിന് മിടിപ്പ് നിൽക്കുക എന്നറിയില്ല. ഈ വാക്ക് പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഇട്ട ഡ്രസ്സ് ഞാൻ അയക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. നാളെയാകട്ടെ എന്ന് പറയാൻ വയ്യ. ബോധ്യമാകുന്ന സമയങ്ങളിൽ നമുക്ക് മന്ത്രിക്കാൻ സാധിക്കണം. ചരിത്രത്തിൽ എടുത്തു പറയുന്നൊരു ചരിത്രമുണ്ടല്ലോ, തൗബയുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് മനുഷ്യരെ കൊന്നിട്ട് ഇനി എനിക്ക് പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ് 100ാമത്തെ ആളെടുത്ത് പോയപ്പോൾ 99 ആളെ കൊന്ന നീ പശ്ചാത്തപിക്കുകയോ?
നീ പശ്ചാത്തപിക്കുക, നിനക്ക് പശ്ചാത്താപമില്ലെന്ന് പറഞ്ഞ് 100 തികച്ചു. അത് നിനക്ക് ഈ പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ വന്നു. അദ്ദേഹത്തിൻ്റെ പഠിച്ചതല്ലേ നമ്മുടെ മദ്രസയിലൊക്കെ. ഈ ചരിത്രം കേൾക്കാനുള്ളതല്ല. ഈ ചരിത്രം എന്ന് പറയുന്നത് തവ്വാബ് എന്ന് പറയുന്ന പടച്ചവൻ്റെ വിശേഷണം, ഗഫാർ എന്ന് പറയുന്ന പടച്ചവൻ്റെ വിശേഷണം. ആ വിശേഷണം നമുക്ക് ലഭ്യമായ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കുവാനും അതിൻ്റെ ബെനിഫിറ്റ് ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹ് അത്ര കാരുണ്യവാനാ. ആ കാരുണ്യവാനായപ്പോൾ ഞാനൊരാളോട് തെറ്റ് ചെയ്തു. അപ്പോൾ റാഫി സാറോട് തെറ്റ് ചെയ്തിട്ട് റാഫി സാറ് പുറത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പറയും, എന്നാലും ജലീൽ ഈ അന്ന് അങ്ങനെ ചെയ്തില്ലേന്ന് അറിയാതെ പറയും. ഇനി റാഫി പുറത്താലും റാഫിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പറയും, ഈ ജലീൽ എന്നെ പണ്ട് അന്നെ അങ്ങനെ ആക്കിയിരുന്നെന്ന് ചോദിക്കും. പക്ഷെ പടച്ചോൻ അങ്ങനെ ചോദിക്കൂലേ. നീ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണിട്ട് കഴിഞ്ഞ്, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പുതിയ ജീവിതത്തെ പടച്ചോൻ സ്വീകരിക്കുന്നത്. നോക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹിയിൽ മഹാനായ ഉമർ റളിയല്ലാഹുവിന് സംശയമുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹിയിൽ ഉമർ റളിയല്ലാഹുവിന് സംശയമുണ്ടോ? ഉമർ റളിയല്ലാഹുവിൻ്റെ വിശേഷണ നാമം എന്താണ്? ഉമറുൽ ഫാറൂഖ്. സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യശേഷിയായിരുന്നു ഫാറൂഖ് എന്ന് വിശേഷണം. ഈ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗമുണ്ട് എന്നല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ വഹിയിൽ സംശയമില്ലല്ലോ അദ്ദേഹത്തിന്. സ്വർഗ്ഗമുണ്ട് എന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ശാന്തമായി ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം. ഒരു പീഡിയൊക്കെ കൊലയിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കരയുന്നുണ്ടല്ലോ. എന്താ ഉമർ നിങ്ങൾ കരയുന്നത് എന്ന് അനുചരന്മാർ ചോദിച്ച സമയത്ത് പറഞ്ഞ്, സ്വർഗം കിട്ടുമോ എന്ന ആദിയാണ് ഞാൻ കരയുന്നത്, എന്നെ അസ്വസ്ഥമാക്കുന്നത്. ആ ശാശ്വതമായ ജീവിതത്തിൽ എനിക്ക് എത്താൻ പറ്റുമോ, അള്ളാൻ്റെ തൃപ്തിയുള്ള ഇടത്തിൽ എനിക്ക് എത്താൻ പറ്റുമോ എന്നാലോചിച്ചാണ് ഞാൻ ഈ കരയുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അനുചരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടില്ല അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളല്ലേ നിങ്ങൾ, സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ടും നിങ്ങൾ എന്തിനാ അങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അദ്ദേഹം പറഞ്ഞ മറുപടി, അന്നത്തെ ഉമറല്ല ഇന്നു ഞാൻ, അന്നത്തെ ഉമറല്ല ഇന്നു ഞാൻ. എൻ്റെ പഴയ ചരിത്രവും ഇപ്പോഴുള്ള ചരിത്രവും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എവിടെ നിൽക്കുന്നു എന്നത് എനിക്ക് നോക്കാൻ സാധിക്കണം. എനിക്ക് എന്നെ അളക്കാൻ സാധിക്കണം, എന്നെ അളക്കാനും മന്ത്രിക്കാനും സാധിക്കണം. ജീവിതത്തിൽ തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തിരുത്തി ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാലുണ്ടല്ലോ സുന്ദരമായി നമുക്ക് ജീവിക്കാം. നിങ്ങളാലോചിക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു മഗ്ഫിറ എന്ന് പറഞ്ഞാലൊരു എന്തിനാ പറയാ, ഈ ഇരുമ്പുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തല സംരക്ഷിക്കേണ്ട കവചമാണെന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കേണ്ട ഹെൽമെറ്റ് പോലെ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒന്നാണ് ഏത്? മഗ്ഫിറത്ത്, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ തൗബ എന്ന് പറഞ്ഞാലോ തിരിച്ച് പടച്ചവനിലേക്കുള്ള മടക്കമാണ്. അടിയനെ പടച്ചവൻ സ്വീകരിക്കുക, തെറ്റ് ചെയ്തവനെ പടച്ചവൻ സ്വീകരിക്കുകയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. എന്നാൽ തൗബ എന്ന് പറഞ്ഞാൽ ഹൃദയം വിമലീകരിച്ച് ശുദ്ധമായ ഹൃദയത്തിൻ്റെ തുടർ പ്രവർത്തനത്തിനുള്ള സന്നാഹമാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ജീവിതമാണ്. എന്നാൽ തൗബ എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനം ഉയരാനുള്ള ജീവിതമാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ മായ്ച്ചു കളയലാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഭാവിയെ ശോഭനമാക്കുകയാണ്, പ്രശോഭിതമാക്കുകയാണ്. പണ്ടത്തതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ഞാൻ ഇനി ഇങ്ങനെ ജീവിക്കുന്നു. നമ്മൾ ചെയ്തത് ഓർത്ത് റബ്ബിനോടൊന്ന് കരയാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? വെറുതെ ഉണ്ടോ? ഒന്നിരുന്ന് രാത്രിയിലൊന്ന് കൈ ഉയർത്തിയിട്ട് ഇന്ന് നമ്മളൊന്ന് റബ്ബേ ഒന്ന് കരഞ്ഞു നോക്ക്, റബ്ബേ എന്ന് പറഞ്ഞൊന്ന് വിളിച്ചു നോക്ക്. നിങ്ങൾ സ്വസ്ഥതയുടെ ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വെറുപ്പും വിദ്വേഷവുമായിട്ട് എന്തോ പിശാച് നമ്മളങ്ങനെ നല്ലതെന്ന് തോന്നിപ്പിച്ചിട്ട് നമ്മളങ്ങനെ ജീവിക്കുന്നുണ്ടാവുമല്ലോ, അതിന് ഈഗോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ്, എടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, അറിയാതെ വന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ എടാ അറിഞ്ഞ് തന്നെ ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, നീ പൊറുക്കണം കേട്ടോ, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നാലും അതാദം നമ്മളെ കാക്കും. ഇങ്ങനെ നമ്മുടെ ഉള്ളു കഴുകാൻ വേറെ ആർക്കും സാധിക്കില്ല, നമുക്കേ സാധിക്കുകയുള്ളൂ. ഉള്ളു കഴുകുന്നവനെ അള്ളാഹുവിൻ്റെ അടുത്ത സ്ഥാനമുള്ളൂ.
ഉള്ളു കഴുകാതെ പുറം കഴുകി ജീവിക്കുന്നുണ്ട് എങ്കിൽ പടച്ചോൻ്റെ അടുത്ത് ഒരു സ്ഥാനവും ലഭിക്കില്ല. പുറത്തെയല്ല മനോഹരമാക്കേണ്ടത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വല ഇലാ സുവരിക്കും. നിങ്ങളുടെ ഡ്രസ്സിലേക്ക് നമ്മളിങ്ങനെ നോക്ക്, ഓളെ തട്ടം നോക്ക്, ഓളെ സാരി നോക്ക്, ഓളെ ഉടുപ്പ് നോക്ക്, ഓളെ കുപ്പായം നോക്ക്, ഓൻ്റെ പാൻറ്റ് നോക്ക് എന്നൊക്കെ നമ്മൾ പറയും. പടച്ചോൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. ഇലാ കുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അപ്പോൾ ഹൃദയത്തെ നന്നാക്കണമെങ്കിൽ എന്ത് നന്നാകണം? നമ്മുടെ നീയത്ത് നന്നാകണം. ഹൃദയം നന്നാകണമെങ്കിൽ എന്ത് നന്നാകണം? ഹൃദയം നന്നാകണമെങ്കിൽ എന്ത് നന്നാകണം? നീയത്ത് നന്നാകണം. ഈ നീയത്ത് നന്നാകണമെങ്കിൽ എന്താ നന്നാകേണ്ടത്? നീയത്ത് നന്നാകണമെങ്കിൽ എന്ത് നന്നാകണം? കുറ്റമറ്റ വിശ്വാസത്തിന് മാത്രമേ കുറ്റമറ്റ ഹൃദയത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ്? കുറ്റങ്ങളില്ലാത്ത, കുറവുകളില്ലാത്ത വിശ്വാസത്തിന് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഗഫാറാണ്, തൗവാബാണ്, കാരുണ്യവാനാണ്. കടലിൽ കേൾക്കും, കരയിൽ കേൾക്കും, വെള്ളത്തിൽ കേൾക്കും, മാളത്തിൽ കേൾക്കും, മലയിൽ കേൾക്കും. എവിടെ നാം ഉണ്ടോ അവിടെയൊക്കെ കേൾക്കുന്ന റബ്ബുണ്ട്. വാനത്ത് കേൾക്കും, ഭൂമിക്കടിയിൽ കേൾക്കും, ആഴികളിൽ കേൾക്കും. കേൾക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന റബ്ബ്. ആ റബ്ബിൻ്റെ കഴിവുകൾ മറ്റു സൃഷ്ടികൾക്കുണ്ടെന്ന് പറഞ്ഞാൽ, മരിച്ചു പോകുമ്പോൾ വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കണമെന്ന തങ്ങന്മാർക്ക് ഇങ്ങനെ അറിയുമെന്ന് പറഞ്ഞാൽ, ശുദ്ധമായ കാപ്പട്ടിയല്ലേ അത്? അയാൾക്കറിയില്ലല്ലോ അയാൾ ഹൃദയം എപ്പോഴാണ് നിൽക്കുക എന്നുള്ളത്. എൻ്റെ കൈ നോക്കിയിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ മുഖം നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ദിവസവും നമ്മോട് പറഞ്ഞു അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തീസ് വലാ മുഅ്തിയ ലിമാ മനാജ്. പടച്ചോൻ നൽകിയത് തരാൻ ലോകത്തൊരാളുമില്ല. പടച്ചോൻ തടഞ്ഞു വെച്ചത് നിങ്ങൾക്ക് തരാൻ ലോകത്താരുമില്ല. പടച്ചോൻ തന്ന് തരാൻ വേറെ ആർക്കും തടയാനും സാധിക്കില്ല എന്ന് ആവർത്തിച്ച് നമ്മോട് മന്ത്രമായി പറയാൻ, നിലപാടായി പ്രഖ്യാപിക്കാനാ. അപ്പോഴാണ് അത് ജിന്നിങ്ങനാക്കും, ഇൻസിങ്ങനാക്കും. നമ്മൾ വല്ലാതെ പടച്ചോനേക്കാളും കഴിവ് ജിന്നിനൊക്കെ ഉള്ളതുപോലെ നമ്മൾ അങ്ങനെയൊക്കെയോ ജീവിച്ചു. സുന്ദരമാണ്, സുന്ദരാണ്. ജിന്നിനൊരു ഉപദ്രവവും ചെയ്യാൻ പറ്റൂല. ആകെ ചെയ്യാൻ പറ്റുന്ന ഉപദ്രവം ഇതേ ഉള്ളൂ, അത് സിഹിർ ഫലിക്കൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹിർ പാലിച്ചവനെന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധമായ ഇൻഹുവ ഇല്ലാ റജുലുൻ മസ്ഹൂറ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് അവിശ്വാസികളുടെ വാദമാണെന്ന് ഖുർആൻ പറഞ്ഞ പിന്നെ അതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് പോകേണ്ടതില്ലല്ലോ. അത്ര സുന്ദരാണല്ലോ, അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിശ്വാസമല്ലേ. ആ വിശ്വാസം കുറ്റമറ്റതാകണം. കുറ്റമറ്റ വിശ്വാസം ഉണ്ടെങ്കിൽ കുറ്റമറ്റ ഹൃദയം ഉണ്ടാവും. ആ കുറ്റമറ്റ ഹൃദയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല വിചാരങ്ങൾ വരും. ആ നല്ല വിചാരങ്ങളുണ്ടെങ്കിൽ കർമ്മം നന്നാവും. കർമ്മം നന്നായി എന്നുള്ളത് കൊണ്ട് സ്വർഗം കിട്ടൂല. കർമ്മം നന്നാകണമെങ്കിൽ എന്ത് നന്നാകണം? ഇൻറ്റൻഷൻ, നീയത്ത് നന്നാകണം. നീയത്ത് നന്നാകണമെങ്കിൽ എന്ത് നന്നാകണം? ആ നീയത്തിൻ്റെ സോഴ്സായ ഹൃദയം നന്നാകണം. ആ ഹൃദയം നന്നാകണമെങ്കിലോ ഹൃദയത്തെ നന്നാക്കാൻ ഒന്നിനേ പറ്റുള്ളൂ. അതെന്താ? വിശ്വാസത്തിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതമെന്ന് പറയുന്നത് സുന്ദരമായി സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഉറപ്പിക്കണം, അതിന് പണിയെടുക്കണം. എന്നെ ആ നരകത്തിൽ കൊണ്ടുപോയി ഇടരുത് എന്നുള്ള ചിന്ത ഉണ്ടാകണം. അതിന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് കർമ്മങ്ങളെ നന്നാക്കി ഓരോ ദിവസവും പുതിയത്, ഇന്ന് ചെയ്തത് തന്നെ ചെയ്യാതെ വേറൊന്ന് ചെയ്തു. നിങ്ങൾ ആലോചിച്ചു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ പ്രയാസം ഇരുന്ന് ഇങ്ങനെ കേട്ടാൽ മതി, ഇന്ന് കേൾക്കാൻ ആളില്ല. കുറേ കരഞ്ഞണ്ട് പോയി കേൾക്കുന്ന സമയത്ത് തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. കേട്ടിട്ട് നല്ലത് ചിന്തിക്കാനുള്ള പ്രേരണ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സുന്ദരമാണെന്നറിയോ, എത്ര സുഖമുള്ള കാര്യമാണെന്നറിയോ. അങ്ങനെ നമ്മളിവിടെ ജീവിച്ചു എന്നത് മറ്റൊരുത്തന് അറിയാൻ സാധിക്കണം. വിശ്വാസിയെ മരത്തിന് സമാനമായിട്ടല്ലേ സൂറ ഇബ്രാഹിം ഉപമിച്ചിട്ടുള്ളത്? മരം സ്വയം വെയിൽ കൊണ്ട് മറ്റൊന്നിനെന്താകാറുണ്ട്? തണലേകാറുണ്ടല്ലോ. അതെ, കുറച്ച് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അപരന് സഹായം നൽകുന്ന ഒന്നായി നമ്മൾ മാറണം. ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ രാവിലെ വരിക, നമ്മൾ ടൗസറും കുപ്പായൊക്കെ ഇടുക, നമ്മളിങ്ങനെ വരിക, ഇരിക്കുക, പോവുക, ഇങ്ങനെ ജീവിക്കുന്ന ഒന്നാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്ത് എത്ര ഖുതുബ കേട്ടിട്ടുണ്ട്? ജീവിതത്തിൽ വെള്ളിയാഴ്ച എത്ര ഖുതുബ കേട്ടിട്ടുണ്ട്? ഒരൊറ്റൊന്ന് അല്ലേ? നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ എത്ര ഖുതുബ കേട്ടിട്ടുണ്ട്?
നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എത്ര ഖുത്ബ കേട്ടിട്ടുണ്ട്? ഒരൊറ്റ ഒന്ന്. ഇന്നോ എത്ര ഖുത്ബ കേൾക്കുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് പാലക്കാട് ഇവിടെ നടന്ന ഖുത്ബ പറഞ്ഞാൽ നമ്മളെ മൊബൈലിൽ വരും. അത് കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യാണ്? അടുത്ത ഖുത്ബ, ഇവിടുത്തെ ഖുത്ബ പറഞ്ഞിട്ട് വരും. നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്? ഈ കേട്ടതിനനുസരിച്ചൊരു രാസപ്രക്രിയ നമ്മുടെ ഉള്ളിലുണ്ടാകണ്ടേ? നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത് അള്ളാഹു 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞതിൽ 5ാമത്തെ കാര്യം എന്താ അറിയോ? മാതാ അമില ഫീമ അലിമ. അറിഞ്ഞതിൽ നിന്നെന്ത് പ്രവർത്തിച്ചു എന്നാ. അറിയാത്തതിൽ നിന്ന് എന്ത് പ്രവർത്തിച്ചു എന്ന് ഒഫാറായ റബ്ബ് ചോദിക്കൂല, തൗവാബായ റബ്ബ് ചോദിക്കൂല. നീ അറിഞ്ഞതിൽ നിന്ന് എന്ത് പ്രവർത്തിച്ചു എന്നാ. അറിവ് അത്ര നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ദിവസവും ഒന്നിനു പുറകെ ഒന്നായി കർമ്മങ്ങൾ കൂട്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിട്ട് നമ്മളങ്ങനെ ദാവാ ഫണ്ട് പിരിക്കാനും ഷബാബിനും പ്രൊഫൈലിനൊക്കെ കുട്ടികളൊക്കെ എത്തിക്കാനും ഇങ്ങനെ എല്ലാവരും കൂടി നമ്മളെ പുറകെ സൈക്കിളെടുത്തിച്ച് വന്നോ. ഈ ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേരെന്നെ തിബ്സിറാന്നാ. കണ്ണ് തുറക്കാനല്ല, അകക്കണ്ണ് തുറക്കാനാ. തിമിരം കണ്ണിന് ബാധിച്ചാലും ഹൃദയത്തിന് തിമിരം ബാധിക്കാതിരിക്കാനുള്ള പ്രോഗ്രാമാണ്. ഇതിലേക്ക് തന്നെ നാം ഒന്നെത്തണമെങ്കിൽ എത്ര നമ്മെ ആനയിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നെ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വരൂലേ എന്നിങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്കവിടെ പോയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഏറ്റെടുത്തോ, എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ, ശറഈയായ ഒരു പ്രതിസന്ധി അല്ലാത്ത വേറെന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് അങ്ങനെ ആയിരുന്നു. മുട്ടിൽ അങ്ങാടിയിൽ നിന്ന് 5 പൈസയുടെ ഒരു പോസ്റ്റ് കാർഡ് എടുത്തിട്ട് എഴുതുകയാണ്. പ്രിയപ്പെട്ട ഹൈദർമൗലവി എഴുതുകയാണ്, ജമാലുദ്ദീൻ ഫാറൂഖിയുടെ ഉപ്പ എഴുതുകയാണ്, KK മുഹമ്മദ് സുല്ലമിക്ക് എഴുതുകയാണ്. മുട്ടിലിൽ 2 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പേതാ മാസം ജനുവരി അല്ലേ, ഒരു ഫെബ്രുവരിയിൽ 28-ന് അല്ലെങ്കിൽ മാർച്ച് 1-ന് ഒരു തൗഹീദി പ്രഭാഷണം വെക്കണം, നിങ്ങൾ സാധിക്കുമോ എന്നറിയിക്കണം. ഇത് മുട്ടിൽ പോസ്റ്റ് ഓഫീസിലിടുകയാണ്. ഇത് കൽപ്പറ്റയിലെത്തുകയാണ്, വൈത്തിരിയിൽ പോവുകയാണ്, കോഴിക്കോട് RMSലെത്തുകയാണ്, ഷോട്ട് ചെയ്യുന്നു, കൊടുവള്ളിയിലെത്തുന്നു, KKയുടെ നാട്ടിലെത്തുന്നു. എത്ര ദിവസം എടുക്കും ആ പ്രോസസ്സിന്? 6-7 ദിവസം എടുക്കും. അന്ന് KK മുഹമ്മദ് സുല്ലമി കത്ത് കിട്ടിയ അതേ അവിടുന്ന് 5 പൈസയുടെ കാർഡിൽ വീണ്ടും എഴുതുകയാണ്, മൗലവി ഞാൻ വരാം, പോസ്റ്റ് ചെയ്യുന്നു. അത് നേരെ തിരിച്ച് ഇതിവിടെ എത്തുന്നു. വേറൊരു മെസ്സേജൊന്നുമില്ല. 1 മാസം കൊണ്ട് മൂപ്പര് വരുന്നു ഉറപ്പിച്ച്. ഈ പ്രദേശത്ത് ഒരു സാധു മനുഷ്യൻ മൂപ്പര് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, മൈക്ക് കിട്ടുന്നു, എല്ലാം ഉറപ്പിച്ച് കാത്തിങ്ങനെ ഇരിക്കുക. KK വരുന്നത്, അതാ ഒരു വണ്ടി വരുന്നത്, അതിലിറങ്ങുന്നു, ആ മുഷിഞ്ഞ കുപ്പായവുമായിട്ട് KK വരുന്നു, പ്രസംഗം തുടങ്ങുന്നു. അങ്ങനെ വാർത്തെടുത്തതാണ് നമ്മുടെ ഈ പ്രസ്ഥാനം. ഇന്നൊരു പക്ഷേ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, എന്താ വരാഞ്ഞ്? ഞാനേ മഗ്‌രിബ് വരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അത്ര ആലസ്യം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അവരും ലക്ഷ്യം വെച്ചത് ഈ സ്വർഗമാണ്, നമ്മളും ലക്ഷ്യം വെച്ചത് ഈ സ്വർഗമാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്തൊരു സുഹൃത്ത് പറഞ്ഞു, കുറേ കൊല്ലമായി ഞാൻ ഇന്ന പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ പ്രശ്നമൊന്നുമില്ല. ഈ ആദർശ പ്രസ്ഥാനത്ത് വന്നപ്പോൾ മുളക് പൊടി വെള്ളം മുഖത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു ആനന്ദമുണ്ട്, അതിലൊരു സംതൃപ്തി ഉണ്ട്. അതെന്തിനാ അറിയോ? അള്ളാനെ പരിചയപ്പെടുത്തിയല്ല. അള്ളാനെ പരിചയപ്പെടുത്താനുള്ള യോഗ്യത എന്താണെന്നറിയോ? ആ അള്ളാൻ്റെ ഇഷ്ടദാസന്മാരായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. പറയൽ സുന്ദരാണ്, കേൾക്കൽ അതിനേക്കാൾ സുന്ദരമാണ്. ജീവിക്കലാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകണം, നമുക്കുണ്ടാകണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പടച്ചവൻ പൊറുക്കുമാറാകട്ടെ. ചെയ്തു പോയത് പാപമാണ്, തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള മനസ്സുള്ള, ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ അള്ളാഹു നമ്മളെയൊക്കെ ആ രീതിയിൽ വളരാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. കടുത്ത ഹൃദയത്തിൻ്റെ ആളുകളായി ജീവിക്കാൻ അള്ളാഹു, അതിൻ്റെ ഉടമകളായി ജീവിക്കാൻ, പടച്ചവൻ്റെ കോപം ലഭിക്കുന്ന ആളുകളായി ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ പൊറുക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ ഗുരുവര്യന്മാർ, മാതാപിതാക്കൾ, അള്ളാഹു അവരുടെ ബർസക്കിയായ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു ഓഡിറ്റോറിയം, ഈ ഒരു സംവിധാനം ആദർശ പ്രബോധന രംഗത്ത് മാനുഷികമായ ചിന്തകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് ഒരു ബാധ്യതയായിരിക്കാണ് ആ സുഹൃത്ത് നമുക്ക് നൽകുന്നത്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് ആ വിധത്തിലുള്ള അഭിവൃദ്ധികൾ നൽകുമാറാകട്ടെ. ഇതേ രീതിയിൽ നന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെയും അള്ളാഹു പാകപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.